ഭാരമല്ല തന്റെ ചുമരിലേറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ച എന്റെ യേശു എത്ര നല്ലവൻ. എനിക്കായി കുരിശിൽ മരിച്ച എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നപ്പോൾ എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിഴിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. രോഗശാന്തിക്ക് വൈദ്യൻ ശോകവേളയിൽ ആശ്വാസം കൊടും താണരുമവൻ. എന്റെ എത്ര വല്ലഭൻ. കൊടും താണരുമവൻ. എന്റെ എത്ര നല്ലവൻ. മനോവേദനയാൽ നിറഞ്ഞ മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ എത്ര നല്ലവൻ. മനമുരുകി കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാൾ കൈവിടില്ല. ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാൾ മറക്കുകയില്ല. എന്റെ എത്ര വിശ്വാസം. ഒരു നാൾ മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വാസം. എന്റെ
തിരുമാർമോടണങ്ങിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ. പോയപ്പോൾ താൻ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി. ഇന്നയോളം എന്നെ പുലർത്തി. ഇന്നയോളം എന്നെ നടത്തി. ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലാതില്ലാഭൂമിയിലാശ്രയിപ്പാനാരും. നീയല്ലാതില്ലാഭൂമിയിലാശ്രയിപ്പാനാരും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും. നീജരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റെടുത്ത്. നീജരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റെടുത്ത്. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്ക് തന്നവൻ. ഇന്നുമെന്നും കൂടെയുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി. കാൽവരം ചേർന്നു തൂകി മാറിച്ചുരികെ. കാൽവരം ചേർന്നു തൂകി മാറിച്ചുരികെ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ശത്രുവിനഗ്നിയസ്ത്രം ശക്തിയോട് എതിർക്കുന്ന. ശത്രുവിനഗ്നിയസ്ത്രം ശക്തിയോട് എതിർക്കുന്ന. മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടും. മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലാതില്ലാഭൂമിയിലാശ്രയിപ്പാനാരും. നീയല്ലാതില്ലാഭൂമി ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ.
ആശ്രയമെന്ന് വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉയർത്തുകയെ അല്പസമയം ആരും ഇന്ന് മകൾക്കാലം മൗനമായിരിക്കരുത്. ആരും ഇന്ന് മകൾക്കാലം മൗനമായിരിക്കരുത്. വിശ്വസിക്കുന്നവർ ചേർന്ന് നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ ജനങ്ങളുടെ മനമർത്തുനി ഞങ്ങൾക്ക് ജനങ്ങളുടെ മനമർത്തുനി ഞങ്ങൾക്ക് ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്നല്ലോ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? ഒരു നന്ദിക്കും ദൈവം തരുന്ന ഒരു നിന്ന് ഞാൻ യോഗ്യനല്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ എന്നെ യോഗ്യനാക്കി തീർത്തിയ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ആരാധിക്കാനോ ഇരിക്കാനോ ഞാൻ യോഗ്യനല്ലായിരുന്ന ഒരു സമയത്ത് പക്ഷെ എന്നെ യോഗ്യനാക്കി തീർത്ത ഒരു കർത്താവുണ്ട്. ചേറ്റിൽ കിടന്ന നമ്മളെ കൈപിടിച്ചുയർത്തിയ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്നവർക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? പാപത്തിലായിരുന്ന എന്നെ, പാപത്തിന്റെ ചേറ്റുകുടിയിൽ കിടന്ന എന്നെ ഇന്ന് മകൾക്കാലം ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും ഇന്ന് കർത്താവ് നിന്നെ കുറിച്ച് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മകൾക്കാലം എന്നെ ഇതിനെ കുറിച്ച് കർത്താവിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാ ഇന്ന് മകൾക്കാലം നാം ഇവിടെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? ഞാൻ ആരാധിക്കുന്ന കർത്താവ് മരിച്ചവനല്ല, ഞാൻ ആരാധിക്കുന്ന കർത്താവ് ഒരു ശിലയല്ല, ഞാൻ ആരാധിക്കുന്ന കർത്താവ് ഒരു ബിംബമല്ല, ഞാൻ ആരാധിക്കുന്ന കർത്താവ് ഒരു മറ്റൊരാരാധനയാണ് കാണാൻ കഴിയുന്ന ഒരാളല്ല. ഇന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് ആ മരണത്തെയും ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ജീവനുള്ള കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതെങ്കിൽ ഇന്ന് മകൾക്കാലം ആരെ കൊണ്ട് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? ഇന്ന് മകൾക്കാലം ഞാൻ ആരാധിക്കുന്ന കർത്താവ് മരിച്ചവരല്ല, അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കഴിയുന്നത് മറ്റാരെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് മകൾക്കാലം എന്റെ പ്രാർത്ഥനയ്ക്കും എന്റെ കണ്ണുനീരിനും എന്റെ ലോകങ്ങൾക്കും എന്റെ ശാപങ്ങൾക്കും ഇന്ന് മകൾക്കാലം വിടുതൽ തരാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന കർത്താവാണ്. എങ്കിൽ ഇന്ന് മകൾക്കാലം എന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ, എന്റെ രോഗങ്ങളെ മാറ്റാൻ, എന്റെ ശാപങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആ കർത്താവിനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് മകൾക്കാലം മരിച്ച കർത്താവിനെ ആരാധിക്കാം.
ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ അങ്ങേ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ശക്തിയോടെ ആരാധിച്ചിടും നീ. ആരാധനയ്ക്ക് യോഗ്യലേ, ആരാധനയ്ക്ക് യോഗ്യലേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീരാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്നക്കൾ കൂടിയിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്നക്കൾ കൂടിയിടുമ്പോ, മധ്യേ വന്നാലും വേഗം ചെയ്തിടാമെന്നൂര, മധ്യേ വന്നാലും വേഗം ചെയ്തിടാമെന്നൂര. ചെയ്തവൻ നീ മാത്രമേ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീരാ. ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീരാ. ചെങ്കാടൽ കാണുന്ന മിര്യാം തൻ കൈയിൽ തപ്പേടുത്താത്തതുപോ, ചെങ്കാടൽ കാണുന്ന മിര്യാം തൻ കൈയിൽ തപ്പേടുത്താത്തതുപോ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ. നിന്നെ ഞാൻ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന് നിന്നെ ഞാൻ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്ക് യോഗ്യരേ, ആരാധനയ്ക്ക് യോഗ്യരേ, നിന്നെ ഞങ്ങൾ സത്യത്തിൽ ആരാധനയ്ക്ക് യോഗ്യരേ. പോലെ വിമോശകണ്ട ഉൾപ്പാടത്തിൽ കത്തിയതാമഗ്നിയേ, പോലെ വിമോശകണ്ട ഉൾപ്പാടത്തിൽ കത്തിയേ. അത്ഭുതം ചെയ്യുവാൻ, അത്ഭുതം ചെയ്യുവാൻ ഗംഭീരമായി നിൽക്കുന്നു നിന്നാസ് ആത്മാവിൽ ആരാധിക്കും. ഗംഭീരമായി നിൽക്കുന്നു നിന്നാസ് ആത്മാവിൽ ആരാധിക്കും. വിശ്വസിക്കുന്നവർ ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീരാ. ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീരാ. ആരാധനയ്ക്ക് യോഗ്യരേ നിന്നെ ഞങ്ങൾ ചീടും നീരാ. അവർക്ക് നിറയപ്പെട്ട എന്നെ നിന്റെ പാടിയ പിടിച്ചെടുത്തു, അവത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാടിയ പിടിച്ചെടുത്തു. പാവനാമീനം തന്നു പാപത്തിൻ കാരാപോക്കി, പാവനാമീനം തന്നു പാപത്തിൻ കാരാപോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിക്കും. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്മക്കൾ കൂടിയിടുമ്പോൾ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്മക്കൾ കൂടിയിടുമ്പോൾ, മധ്യേ വന്നാലും വേഗം ചെയ്തിടാമെന്നൂര, മധ്യേ വന്നാലും വേഗം ചെയ്തിടാമെന്നൂര. ചെയ്തവൻ നീ മാത്രമേ എന്നാലും ആത്മാവിൽ ആരാധിക്കും. നീ മാത്രമേ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യരേ, ആരാധനയ്ക്ക് ആദിമാനൂറ്റാണ്ടിൽ നിന്നാസ് മർക്കോസിൻ മാളികയിൽ, ആദിമാനൂറ്റാണ്ടിൽ
നിൻ ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും നിൻ ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്കു യോഗ്യനേ 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 ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കത്തെടുത്താത്തതുപോ ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കത്തെടുത്താത്തതുപോ പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ നിന്നെ ഞാൻ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും 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 എല്ലാ കണ്ണും പറഞ്ഞിരിക്കണം എല്ലാ കണ്ണും உன் சந்நிதியில் முழங்காலில் நின்று உன் பாதத்தில் நான் அமர்ந்திட்டாய் இன்னல் துன்பமே வந்தாலும் நான் பிந்திரியே. എല്ലാ കണ്ണും ഉടഞ്ഞിരിക്കട്ടെ. ഇതിന്റെ അർത്ഥം അറിയാമോ? നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കും, നിന്നെ മാത്രം ഞാൻ നേശിക്കും, സ്നേഹിക്കും. നിന്റെ പാദപീഠത്തിൽ ഞാൻ മുട്ടുമടക്കി നിന്റെ പാദത്തെ ചുംബിക്കുന്ന സമയത്ത് കഷ്ടതയും
പ്രയാസവും നെരുക്കം എന്നെ തേടി വന്നാലും ഞാൻ പേടിക്കുകയില്ല. കാരണം ഞാൻ ചുംബിക്കുന്നത് അപ്പന്റെ കാലില. എന്റെ ചുംബനം അവന്റെ കാലിലായത് കൊണ്ട് ആ ആണിപ്പാടുകൾ അതിൽ കൂടെ ഒഴുകിയ എത്രയോ ലിറ്റർ കണക്ക് രക്തം എന്റെ രോഗത്തെയും എന്റെ ക്ഷീണത്തെയും എന്റെ തളർച്ചകളെയും എന്നെ അലട്ടുന്ന വിഷയത്തെയും എന്നിൽ നിന്ന് മാറ്റിക്കളയും. അവന്റെ ശക്തി എല്ലാ കണ്ണും മടഞ്ഞിരിക്കട്ടെ. ഇവിടെ ആരും അലക്ഷ്യമായി നിൽക്കരുത്. അലക്ഷ്യമായി നിൽക്കുന്നവർക്ക് യേശുവെ കിട്ടുകയില്ല. യേശുവിന്റെ കയ്യിൽ നന്മയും കിട്ടുകയില്ല. ഗന്ധകവും തീക്കടലും അവരെ ഓഹരിയും സ്വന്തവുമാകും. പരിശുദ്ധന്റെ ശക്തി അഭിഷേകത്തിന്റെ നിറവിലേക്ക് ദേവൻ എടുത്തുകൊണ്ട് പോകും. ചാലബാല ധീരബാല വൈഡബാല ദൂരബാല ബന്ധബാല ധീരബാല ഗഗനബാല ഗൗഡബാല ധീരബാല ഗൂഢബാല ധീരബാല ധീര ധീര വൈഡവൈ ഗൗഡ ഗൗഡ ധീരധാര വൈഡ ദൂര വൈഡബാല ധീരബാല വൈഡബാല ശരണം. ഒരു അഗ്നിയുടെ പകർച്ച ഇവരെ മേൽ ഇറങ്ങി ഉപവസിക്കുന്നവർക്ക് പുതിയ ധൈര്യവും ഒരു പുതിയ ബലവും കൊടുക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരെ അവ തളർന്നു പോകാതെ അവരെ കുതിച്ച് നിർത്തുവാൻ കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ബലം ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ രോഗശൈലി, എന്റെ നെരുക്കത്തിൽ കഷ്ടത, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മുൻപിൽ അവരുടെ തീക്കനലിന്റെ വെളിപ്പാട് ഇന്നലെ വെളിപ്പെടുത്തിയ വചനം പറയുന്നത് പോലെ രണ്ടാം പ്രാവശ്യം തട്ടിയെണ്ണിപ്പിച്ച് തിന്ന് കുടിക്കുക. നിനക്ക് ദൂരയാത്ര ഉണ്ടല്ലോ. അവൻ തിന്നു കുടിച്ച് ചാട്ടി എണ്ണിച്ചവൻ 40 രാത്രിയിൽ 40 പകല് നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഓരോ എത്തിയതുപോലെ ചിലത് ഇന്ന് ഈ അഭിഷേകത്തെ തിന്നു കുടിച്ച് ശക്തി ചാട്ടി എണ്ണിച്ച് ഓരോരുത്തരും നടന്നു പോകുവാൻ ശക്തി ഇവരകത്ത് വെളിപ്പെട്ടു വരട്ടെ ശക്തിയോടെ. Yeah.
യേശു ഇറങ്ങി വരുന്നു. അവന്റെ കയ്യിൽ ഒരു ബക്കറ്റ് പോലെ ഒരു സാധനം ഇരിപ്പുണ്ട്. അതിനകത്ത് ഒത്തിരി സാധനം എടുത്ത് ആർക്കെല്ലാം എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നു. ദാഹത്തോട് വന്നവൻ അത് വാങ്ങിക്കൊണ്ടു പോകും. അലക്ഷ്യമായി നിൽക്കുന്നവൻ പരാജയപ്പെട്ടു പോകുന്ന സമയത്തിൽ ദാഹത്തോട് അപ്പായെ കാണാൻ വന്നവൻ അത് അനുഭവിച്ചു പോകട്ടെ. അമ്മയെ പോലെ നാദേ താലോലിച്ചടച്ചിടുന്നു. അമ്മയെ പോലെ നാദേ താലോലിച്ചടച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാം. തന്റെ വാനിൽ ദിനം അവന്റെ ശക്തി അവന്റെ മക്കളുടെ മേൽ, അവന്റെ ബലം അവന്റെ മക്കളുടെ മേൽ, അവന്റെ സ്വന്തം മാറിൽ അവന്റെ മക്കൾ കരച്ചലോടെ വന്നവൻ, കണ്ണുനീരോടെ വന്നവൻ അപ്പായുടെ മാർബോൾ ചായുന്നത് ഞാൻ കാണുന്നപ്പോൾ കെട്ടറങ്ങുന്ന തീയഭിഷേകം മുന്നോട്ട് വിടത്തിലിരുന്ന് ശത്രു ചതിയുമായി നിൽക്കുമ്പോൾ അവനെ വെട്ടി മാറ്റിയച്ച് നിന്റെ കൈ പിടിച്ച് നടത്തുന്ന അവന്റെ സ്നേഹത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ചിലവ് പരമാസി ഞാനിവരെല്ലാവരെയും സമർപ്പിക്കുന്നു. അലട്ടുന്ന വിഷയങ്ങളെ വെട്ടി മാറ്റിക്കൊണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സമാധാനവും സന്തോഷവും അനുഗ്രഹവും വിടുതലും ഉണ്ടാകട്ടെ, കൃപ ഉണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. സമർപ്പിക്കുന്നു, എല്ലാവരെയും ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ബൈബിൾ എടുക്കുക. 15 സംഖ്യത്തിനും മോഹനങ്ങൾ വായിച്ച് അത് പ്രബോധിപ്പിക്കും. നമുക്കും പ്രതിഭാഗം 115 സംഖ്യ 115 സങ്കീർത്തനം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തണം. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവർക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുമില്ല. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാവുന്നു.
യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അവൻ യഹോവ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. എല്ലാവരും ചേർന്ന് മറിച്ചും മഴയിലിരിക്കുന്നവന് യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ യഹോവയെ എന്നേക്കും വാഴ്ത്തും, യഹോവയെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും താന്നിരിക്കാം. ഈ 115 സങ്കീർത്തനത്തില് ആദ്യം പറയുന്നത് ഞങ്ങൾക്കല്ല യഹോവയെ, ഞങ്ങൾക്കല്ല. കാരണം നിന്റെ വിശ്വസ്തതയും ദയവും നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തണമേ. ഞങ്ങളുടെ മഹത്വമല്ല, അങ്ങയുടെ മഹത്വത്തിന് തന്നെ മഹത്വത്തിന് തന്നെ വരുത്തണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നതുകൊണ്ട്, കാരണം യഹോവയുടെ ദയയും വിശ്വസ്തത നിമിത്തം അവന്റെ നാമത്തിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ മഹത്വമല്ല, ഞങ്ങൾക്കല്ല, നമുക്കല്ല മഹത്വപ്പെടുത്തേണ്ടത്, യഹോവയിൽ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ദൈവം, രണ്ടാം വാക്യം പറയുന്നു, അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന്? യഹോവ എവിടെ എന്ന് ജാതികൾ പറയുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് ജാതികൾ പറയുന്നു, നിങ്ങളുടെ യഹോവ എവിടെ? നിങ്ങളിൽ യഹോവയുണ്ടോ? പക്ഷെ സങ്കീർത്തനകാരൻ പറയുന്നത് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അതിപ്പോ എന്തോ ചെയ്യുക? തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. അവൻ എല്ലാം കാണുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് ജാതികൾ പറയുന്നു, നിങ്ങളുടെ ദൈവമുണ്ടോ? നിങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ടോ? പക്ഷെ സങ്കീർത്തനക്കാരന് ബോധ്യമുണ്ട് നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. പിന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു, 4-ാം വാക്യം, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. മറ്റുള്ളവരുടെ ദൈവം വിഗ്രഹങ്ങളാണ്. അവരുടെ പൊന്നും വെള്ളിയുമാണ് അവരുടെ വിഗ്രഹങ്ങൾ. അത് മനുഷ്യരുടെ കൈവേല തന്നെ, മനുഷ്യരുണ്ടാക്കിയ വിഗ്രഹങ്ങൾ, അതാണ് അവരുടെ ദൈവം. അതുകൊണ്ട് 5-ാം വാക്യം പറയുന്നു, അവർക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. കാരണം അത് വിഗ്രഹമാണ്. കണ്ണുണ്ടോ? വിഗ്രഹത്തിന് കണ്ണുണ്ട്. വായുണ്ടോ? വായുണ്ട്. പക്ഷെ സംസാരിക്കുമോ? ഇല്ല. കാണുന്നോ? ഇല്ല. കാരണം അതിന് ജീവനില്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. 6-ാം വാക്യം പറയുന്നു, അവർക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. വിഗ്രഹത്തിന് ചെവിയുണ്ട്, പക്ഷെ കേൾക്കാൻ പറ്റുമോ? ഇല്ല. അത് മനുഷ്യനുണ്ടാക്കിയ വിഗ്രഹമാണ്. ചെവിയുണ്ടോ? ഉണ്ട്. കേൾക്കുന്നില്ല, കാരണം കേൾക്കാൻ പറ്റത്തില്ല. അത് വെറും വിഗ്രഹം മാത്രമേ ആണ്. അവർക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. വിഗ്രഹത്തിന് കാലെല്ലാം ഉണ്ട്, പക്ഷെ നടക്കാൻ പറ്റുമോ? പറ്റുമില്ല. അത് വെറും ഒരു വിഗ്രഹമാണ്. തൊണ്ട കൊണ്ട് സംസാരിക്കുന്നൊന്നുമില്ല, കാരണം സംസാരിക്കാൻ പറ്റത്തില്ല. അവരുടെ ദൈവങ്ങൾ വെറും വിഗ്രഹങ്ങൾ മാത്രം. നമ്മുടെ ദൈവമോ ജീവനുള്ള ദൈവം. കാരണം 8-ാം വാക്യം പറയുന്നു, അവയെ ഉണ്ടാക്കിയവൻ അവയെ പോലെ ആവുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അതിലുണ്ടാക്കിയവന്മാരെല്ലാം വിഗ്രഹാരാധികളാണ്. അവരിൽ ആശ്രയിക്കുന്നത് വിഗ്രഹാരാധികൾ തന്നെ. കാരണം ജീവനുള്ള ദൈവത്തെ അല്ല അവർ ആരാധിക്കുന്നത്. അവരുടെ ആകെ വിഗ്രഹങ്ങൾക്ക് കണ്ണും മൂക്കും ചായും ചെവിയും കായും കാലും എല്ലാം ഉണ്ട്. അവനെ ആരാധിക്കുകയാണ്. പക്ഷെ പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ ആശ്രയിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവത്തിന് പൂർണ്ണമായ ആശ്രയം നമ്മൾ കൊടുക്കുന്നവരാകണം. പിന്നെ പറയുന്നു 9-ാം വാക്യം, ഇസ്രായേൽ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. 10-ൽ വാക്യവും പറയുന്നു, ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. 11-ാം വാക്യവും പറയുന്നു, യഹോഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായം പരിചയമാകും. ഇവിടെ 3 പേരുടെ, ഇസ്രായേൽ ജനത്തിന്റെയും
അഹരോൻ ഗ്രഹത്തിനെയും യഹോവ ഭക്തന്മാരോടും സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ അവരുടെ സഹായവും പരിചയമാവുന്നു. ഈ ദൈവം നമ്മുടെ സഹായവും പരിചയമാണ്. നമ്മളെ ഡിപെൻഡ് ചെയ്യുന്ന ദൈവമാണ്, നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്, നമ്മളെ തള്ളിട്ട് പോകുന്ന ദൈവമാണ്. ജാതികളുടെ ദൈവം വിഗ്രഹങ്ങളാണ്. കണ്ണ് മൂക്കുണ്ടെങ്കിൽ അത് സംസാരിക്കുന്നില്ല, നടക്കുന്നില്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മുടെ പരിചയമാണ്. നമ്മളെ ആപത്താനത്തങ്ങളിലൊക്കെയും നമ്മളെ കൂടെയുള്ള ദൈവം, ആപത്താനങ്ങളിലൊക്കെയും ശക്തിപ്പെടുത്തുന്ന ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം, നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിപ്പീൻ. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവൻ നമ്മുടെ സഹായവും പരിചയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12-ാം വാക്യം പറയുകയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെ ഓർക്കുന്ന ദൈവം, നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുന്ന ദൈവമാണ്. കാരണം ഈ ദൈവം വിശ്വസ്ത നിമിത്തത്തിന്റെ നാമത്തിന് മഹത്വം വരുത്തുന്ന, മഹത്വം കൊടുക്കുന്നവർക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർക്ക് ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മളെ ഓർക്കും. വേദോസ്തോത്രം നമ്മൾ എടുക്കുമ്പോഴൊക്കെയും യഹോവ എല്ലാവരെയും ഓർക്കുന്നുണ്ട്. ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ദൈവം പാലിക്കും. മറന്നു പോകുന്ന ദൈവമല്ല, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മളെ ശപിക്കുന്ന ദൈവമല്ല. അപ്പൊ ആ അനുഗ്രഹത്തിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ താഴ്ത്തി നമ്മളെ തന്നെ ഏൽപ്പിക്കുക. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മളെ ഓർക്കുന്ന ദൈവം. നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ ഓർക്കുന്നില്ലല്ലോ, ഹല്ലേലൂയ, എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ കർത്താവേ, മറ്റുള്ളവർ ഹല്ലേലൂയ പോകാത്തവര് നമ്മളെക്കാളും ശക്തിയും ബലവും സമ്പത്തൊക്കെ അവർക്കുണ്ടല്ലോ. ദൈവം നമ്മളെ മറന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, ഉപവസിക്കുന്നു, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുന്നു, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഹല്ലേലൂയ. പക്ഷേ ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ്, മറന്നുപോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ, അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ തന്നെ താഴ്ത്തി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, നമ്മളെ തന്നെ കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 13-ാം വാക്യം, അവൻ യഹോവഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. നമ്മൾ വിചാരിക്കും ചെറിയവരെ അനുഗ്രഹിക്കുന്നില്ല, ഞാൻ ആര്, അയ്യോ ചെറിയൊരു മനുഷ്യൻ, ഒന്നുമില്ല. പക്ഷെ ദൈവം അങ്ങനല്ല, വലിയവരെ അനുഗ്രഹിക്കും, ചെറിയവരെ അനുഗ്രഹിക്കും. അപ്പൊ ഞാൻ ചെറിയവനാണെന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നമ്മളെയും ദൈവം അനുഗ്രഹിക്കും. കാരണം ദൈവത്തിന് എല്ലാവരും സെയിമാണ്, സമമാണ്. അല്ലാതെ വലിയവനാര് ചെറിയവനാര്, അവൻ പൈസക്കാരൻ ഞാൻ പൈസ ഇല്ലാത്തവൻ, അങ്ങനൊന്നുമില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവം. അവന്റെ പാദപീഠത്തിനോട് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. 14-ാം വാക്യം പറയുന്നു, യഹോവ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളുടെ മക്കളെയും തന്നെ. യഹോവ വർദ്ധിപ്പിക്കുന്ന ദൈവം. നിങ്ങളുടെ സമ്പത്ത്, ആരോഗ്യം, എല്ലാം, മക്കളെ എല്ലാം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ അനുഗ്രഹം നമ്മളെ മാത്രമല്ല, നമ്മുടെ മക്കളെ കൂടെ അനുഗ്രഹിക്കുന്ന ദൈവം. തലമുറ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ പൂർണ്ണ ആശ്രയം വെക്കുവാനാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 15-ാം വാക്യം പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ വലിയവനാണ്, അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആകാശവും ഭൂമി ഉണ്ടാക്കിയ ദൈവം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നമ്മൾ ശപിക്കപ്പെട്ടവരല്ല, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് അനുഗ്രഹം നേടുമ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പാലിക്കുമ്പോൾ, പദമനുസരിച്ച് ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി ജീവിക്കുമ്പോൾ ഒക്കെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ദൈവത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കണം, എങ്കിലേ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. 16-ാം വാക്യം, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. യഹോവ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, ഭൂമിയാണ് മനുഷ്യർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഭൂമിയിലാണ് മനുഷ്യർ വസിക്കുന്നത്. യഹോവ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അത് യഹോവയുടെ സ്വർഗമാണ്. നമ്മൾ ഭൂമിയിൽ വസിക്കുമ്പോഴൊക്കെയും സ്വർഗത്തിൽ വസിക്കുന്ന യഹോവയുടെ കടപ്പെട്ടിരിക്കുന്നു. അവനെ അതിനുവേണ്ടി നമ്മൾ ഹല്ലേലൂയ മുട്ടിപ്പോയി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവൻ നമ്മളെ സഹായിക്കും, സഹായവും പരിചയമാണ്.
അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ വാസം ലോസം കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മളും സ്വർഗീയ പൗരത്വം നേടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്നേ. അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്ക് പോകണം. അതിനെന്ത് വേണം? പൗരത്വം വേണം, പാസ്പോർട്ട് വേണം. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പാസ്പോർട്ടോ അമേരിക്കൻ പാസ്പോർട്ടോ കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗീയ പൗരത്വം വേണം. നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. സ്വർഗീയ പാസ്പോർട്ട് നേടുന്നവരായി. അങ്ങനെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. പോകാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥ. അതുകൊണ്ട് സ്വർഗീയ പാസ്പോർട്ട് നേടുന്നവരായി, ദൈവത്തിന്റെ അനുഗ്രഹം നേടുന്നവരായി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കുക. അല്ലെങ്കിൽ 17-ാം വാക്യം, അത് നല്ലൊരു വാക്യമാണ്. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ യഹോവയെ സ്തുതിക്കാൻ പറ്റത്തില്ല. മൗനതയിൽ ഇരിക്കുന്നവരും സർവ്വ സ്തുതിക്കാൻ പറ്റത്തില്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞുള്ള പ്രാർത്ഥനകളെല്ലാം വെറും വൃഥ. മരിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥന നടത്തി, അടിയന്തരം നടത്തി, 40 ദിവസം നടത്തുന്നവരായിട്ട് പ്രാർത്ഥന നടത്തിയാലൊന്നും സ്വർഗത്തിലോട്ട് പോകാൻ പറ്റുകയില്ല. അവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ആരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? മരിച്ചവരാണോ? അല്ല, ജീവനുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ, മരിച്ചവർ മരിച്ചു. അതുകൊണ്ട് ജീവനുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. മരിച്ചു കഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുകയില്ല. ഒരു ഫംഗ്ഷനെ നടത്തി നമുക്ക് സ്വർഗത്തിലോട്ട് നമുക്ക് പ്രമോഷൻ കിട്ടാൻ പറ്റത്തില്ല. ഒരിക്കലും മരണവും ന്യായവിധി മനുഷ്യന് നിയമിച്ചിരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ന്യായവിധി ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ജീവൻ ഉള്ളപ്പോഴൊക്കെയും ദൈവത്തെ സ്തുതിക്കണം. ജീവൻ പോകുന്നവരെയെങ്കിലും ദൈവത്തെ സ്തുതിച്ചേ പറ്റൂ. കാരണം സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് 18-ാം വാക്യം യാക്കോബ് പറഞ്ഞു, നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ വാഴ്ത്തും. നമ്മുടെ ജീവനുള്ള ദേഹമാണ്. നമ്മുടെ ദൈവം ജീവനുള്ളതാണ്, വിഗ്രഹങ്ങളല്ല. അനുഗ്രഹിക്കുന്ന ദൈവം, അവൻ നമ്മുടെ സഹായവും പരിചയവുമാണ് സങ്കീർത്തനകാരൻ പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്നു മുതൽ എന്നേക്കും നമ്മൾ മരിക്കുന്നവരെ ജീവനുള്ളത്തോളം കാലം യഹോവയെ സ്തുതിപ്പീൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നേക്കും ഉള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ സങ്കീർത്തനക്കാരൻ നമ്മൾ എടുക്കുന്ന 112-ാം സങ്കീർത്തനം തുടങ്ങുന്ന യഹോവയെ സ്തുതിപ്പീൻ, 113-ാം സങ്കീർത്തനം തുടങ്ങുന്ന യഹോവയെ സ്തുതിപ്പീൻ, 117-ാം സങ്കീർത്തനങ്ങൾ പറയുന്ന യഹോവയെ സ്തുതിപ്പീൻ. സങ്കീർത്തനക്കാരൻ പറയുന്ന യഹോവയെ സ്തുതിപ്പീൻ. യഹോവ വലിയവനാണ്. അതുകൊണ്ട് മരിച്ചവരും മൗനതയിലിരിക്കുന്ന യഹോവയെ സ്തുതിക്കുന്നില്ല. ജീവനുള്ള നാം ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് പിന്നെ സമയമുണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റുകയില്ല. കാരണം ഏത് നിമിഷവും നമുക്ക് ലോകത്തിൽ നമുക്ക് മാറ്റപ്പെടണം. കാരണം കാലം അതിന്റെ അടുത്ത് അവസാനത്തിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവം വരുവാൻ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി സമയമുണ്ട് എന്ന് വിചാരിച്ചിരിക്കരുത്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ജീവനുള്ളിടത്തോളം കാലം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തെ പാടി ആരാധിക്കുന്നവരായി നമ്മളെ തന്നെ നമുക്ക് ശക്തിപ്പെടുത്താം. അതുകൊണ്ടാണ് സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാഥോൻ ചെയ്ത പാടുക നീ നാഥൻ നാഥോൻ. ഓ, ഈ നാഥൻ നാട്ടോട് ചെയ്യുന്ന നന്മകൾ ഓർക്കുമ്പോൾ യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ സ്തുതിച്ചാട്ടെല്ലാവരും. ചെയ്യുന്ന നന്മകളോട് പാടുക നീ. ഓ, യഹോവയെ സ്തുതിച്ച് പാട്ട് പാടുക. നാഥൻ നാട്ടോട് ചെയ്യുന്ന നന്മകളോട് പാടുക നീ. പാടുക നീ.
സ്തോത്രം. ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് യഹോവയെ സ്തുതിക്കും. മരിച്ചവരും മൗനതയിലിരിക്കുന്നവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ ഏവർക്കും ഏകവരുന്ന ഈ സ്വസ്ഥാപനത്തിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കുന്നു. ജഡരക്തങ്ങൾ ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. അപ്പൊ ജഡത്തിൽ ചാടുന്നവൻ ഇങ്ങനെ പോകുന്നവരാ, നീ നിന്നോട് തന്നെ. ഞാൻ ആരോടൊന്നും പറയാനുണ്ട്. എത്ര ചാടി മറിഞ്ഞ് പ്രാർത്ഥിച്ചാലും വചനപ്രകാരം ജീവിതമില്ലെങ്കിൽ യേശു കൈക്കൊണ്ടു. നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ക്വാളിറ്റിയിലേക്ക് വേണം. ക്വാളിറ്റി ക്രിസ്തുവ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റും. ഞാൻ ആയിരം പേര് ഞാൻ കണ്ടു. 1000 സൈസ്. ജനങ്ങൾക്ക് വിടുതലില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. എവിടെ നോക്കിയാലും വിഷയങ്ങളാണ്. ഇനി ഇത് വഷളാകത്തേ ഉള്ളൂ. ഇത് ഇനി താറുമാറാകത്തേ ഉള്ളൂ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൻ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൻ സഭയിൽ. ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ, ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ, അങ്ങയെ ബോധമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങയെ ബോധമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൻ സഭയിൽ. ഉറക്കത്തിൽ കിടക്കും ജനം മറന്നു തിരുകൃപകൾ, പൂർവപിതാക്കളിൽ പകർന്ന ഉണർവിനെ പകരണമാത്മനാഥാ. പൂർവപിതാക്കളിൽ പകർന്ന ഉണർവിനെ പകരണമാത്മനാഥാ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൻ സഭയിൽ. 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 കർമ്മനില ഫേസ്ബുക്ക് സ്നേഹത്തിൽ ഓർമ്മിക്കുന്നു. അമേരിക്കൻ നിമിഷങ്ങൾ മാത്രം കർത്താവ് സ്ഥലത്ത് അടുത്തു വരാം. അതായത് ആരാധനയ്ക്കും എല്ലാ കൂടിവരകൾക്കും കർത്താവിന്റെ വചനത്തിനായിട്ടുള്ള സ്ഥാനമുണ്ട്. ദൈവദിനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ദൈവത്തിൽ കൂടെ മാത്രമേ നമുക്ക് വളരാൻ കഴിയത്തുള്ളൂ. പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ദൈവവചനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഏത് കൂട്ടായ്മയ്ക്കും ഏത് ആരാധനയ്ക്കും നമുക്കറിയാം ദൈവദിനത്തിന് അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. അതായത് ദൈവവചനത്തിൽ നിന്നാണ് എല്ലാം ഉളവായത്, അല്ലേ? സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ നിന്നാണ് ദൈവശക്തിയും ദൈവകൃപകളും കൃപാവരങ്ങളുടെ ശുശ്രൂഷകളും എല്ലാം ഉളവായതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വചനമാണ്. സ്തോത്രം, അല്ലേ? ഹല്ലേലൂയ. അന്നേരം
ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്യാദി ശക്തികൾ പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് പകൽക്കാലം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കടന്നു വന്ന പ്രിയപ്പെട്ടവർ ആരാധനയിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുനാമത്തിൽ സ്നേഹമൊന്നും അറിയിക്കുന്നു. എല്ലാവരും ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു വാക്യം വായിച്ച അല്പം നിമിഷങ്ങൾ മാത്രം ചിന്തിക്കാൻ നഹൂം പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. നഹൂം പ്രവാചകന്റെ പുസ്തകം, അതായത് പുസ്തകത്തിലെ 969 പേരാണ് പഴയ നിയമത്തിൽ. ഹബക്കൂക്കിന്റെ നഹൂമിന്റെ പ്രവചന പുസ്തകം, അതിന്റെ 2-ാം അധ്യായം, അതിന്റെ 1-ാം വാക്യം വായിക്കാം. നഹൂം പ്രവാചകന്റെ പുസ്തകം. വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. ആമേൻ. മിനിസിസ് വായിച്ചതിൽ സന്തോഷമുണ്ട്. ആമേൻ. മിനിസിസ്റ്ററുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം സഹോദരിയെ കൊണ്ടുവന്നല്ലോ. അവൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. നമ്മൾ വായിച്ച വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു കൊള്ളുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വലിയൊരു ദൂതാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആമേൻ ഹല്ലേലൂയ വലിയൊരു ആമേൻ ആത്മീക വെളിപ്പാട് തരുന്ന ഒരു വാക്യമാണിത്. സ്തോത്രം. നമുക്കറിയാമല്ലോ, നഹൂം പ്രവചനം പ്രവചിച്ചൊക്കെ നിനവയ്ക്ക് വേണ്ടിയായിരുന്നു. ഇൻട്രൊഡക്ഷൻ 2-3 വാക്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ വിഷയം ഇൻട്രൊഡക്ഷൻ അല്ലല്ലോ. സ്തോത്രം. നമുക്കറിയാം, യോന പ്രവാചകൻ നിനവയ്ക്ക് വേണ്ടി കർത്താവ് അയച്ച ഒരു പ്രവാചകനാണ്. നിനവയിൽ വലിയൊരു ആമേൻ മാനസാന്തരത്തിന് വേണ്ടി ദൈവമാക്കി തീർത്ത പ്രവാചകനാണ് ആമേൻ ഹല്ലേലൂയ യോന പ്രവാചകൻ, അല്ലേ? അന്നേരം ജനമെല്ലാം മാനസാന്തരപ്പെട്ടു. അവിടെ വലിയൊരു ആത്മീക ഉണർവുണ്ടായി, അല്ലെ? ഉണർവിന്റെ കാറ്റ് നിനവ പട്ടണത്തിൽ യോന പ്രവാചകൻ മൂലം ആഞ്ഞടിച്ചു നമുക്കറിയാം, അല്ലെ? ജനമൊക്കെ രക്ഷിക്കപ്പെട്ടു. 1,00,000 ചില്ലുവാനം ജനങ്ങൾ മാത്രം അടങ്ങിയിരുന്ന നിനവ പട്ടണത്തിൽ ദൈവത്തിന്റെ വലിയ ശക്തി അവിടെ ഐക്യമുണ്ടായി. ദൈവം അവിടെ ഉണർവയച്ചു, അല്ലെ? ജനം മാനസാന്തരപ്പെട്ടു. രട്ടിലും വെണ്ണീറിലും കിടന്ന ദൈവം അനുദപിച്ച് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു മാനസാന്തരപ്പെട്ട് ദൈവസ്ഥലത്തിൽ അനുദപിച്ച് മടങ്ങി വന്നപ്പോൾ ദൈവം യോനയോട് ജനത്തോട് പറഞ്ഞു, ഈ ദേശത്തിന്റെ അല്ലെങ്കിൽ നിനവയുടെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അല്ലെ? അങ്ങനെ ഒരു അനുഭവം അവൻ യോന പ്രവാചകന്റെ കാലത്തുണ്ടായി. എന്നാൽ വീണ്ടും ജനം വഴിതെറ്റി പാപത്തിലേക്ക് പോയി. അതായത് 150 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് യോന പ്രവാചകൻ നിനവയിൽ ചെന്ന് പ്രവചിച്ച് ജനത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുക്കി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരുക്കി കഴിഞ്ഞതിന് ശേഷം 150 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ജനം എന്ത് ചെയ്തു? പാപം ചെയ്യാൻ തുടങ്ങി, ദൈവത്തെ തിരസ്കരിക്കാൻ തുടങ്ങി, മ്ലേച്ഛതയിൽ ജീവിക്കാൻ തുടങ്ങി. അന്നേരം ദൈവം നഹൂമിനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. നഹൂം പ്രവാചകനെ നിനവയ്ക്ക് വേണ്ടി വീണ്ടും 2-ാം ഘട്ടത്തിൽ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ എഴുന്നേൽപ്പിക്കുകയാണ്. നമുക്കറിയാം, നഹൂം എഴുന്നേറ്റു, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങി, ദേശത്തിന്റെ അവസ്ഥ മാറാൻ തുടങ്ങി. നഹൂം എന്ന് പറയുമ്പോൾ തന്നെ നഹൂം എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസകൻ എന്നാണ്. നമുക്ക് ഈ പ്രവചന ഗ്രന്ഥം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ 3 അധ്യായങ്ങൾ മാത്രം നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ അവിടെ ഒരു ആശ്വാസത്തിന്റെ പദങ്ങൾ കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല. സ്തോത്രം, അല്ലെ? നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ, അതായത് 3 അധ്യായങ്ങളുള്ള ചെറിയ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നഹൂം പ്രവാചകൻ, നമുക്കറിയാമല്ലോ. ആരൊക്കെ ചെറിയ പ്രവാചകൻ നിങ്ങൾക്ക് അറിയാമല്ലോ? സ്തോത്രം, അറിയാമല്ലോ, അല്ലേ? ഹബക്കൂക്കും സഫന്യാവും ഹഗ്ഗായിയും യോനായും നഹൂം ഒക്കെ ചെറിയ പ്രവാചകന്മാർ കൂട്ടത്തിലുള്ള പ്രവാചകനാണ്. സ്തോത്രം, അല്ലെ? ചെറിയ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആരും ത്യജിക്കേണ്ട കാര്യമില്ല. കാര്യം, ചെറിയ അധ്യായങ്ങൾ മാത്രമേ ഇവരുടെ പുസ്തകത്തിലും പ്രവചന ഗ്രന്ഥത്തിലൊക്കെ ഉള്ളെങ്കിലും ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ദൈവത്തെ ജനത്തെയും അല്ലെങ്കിൽ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അടുപ്പിക്കുന്ന അനേക അനുഭവങ്ങളുമായിട്ടാണ് ഈ പ്രവാചകന്മാരെ ദൈവം നിർത്തിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3 അധ്യായങ്ങളിൽ എങ്കിൽ നമുക്ക് ആശ്വാസപരമായിട്ടുള്ള ഒരു വാക്കുകൾ കാണുന്നില്ലെങ്കിലും, നഹൂം എന്ന് പറയുമ്പോൾ ആശ്വാസത്തിന്റെ പ്രവാചകനാണ് നമ്മൾ കേട്ടു. എന്നാൽ അത് കേട്ട് ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ആശ്വാസങ്ങൾ അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രത്തിന് പിടികിട്ടി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇതിന് ദൈവം നഹൂമിനെ എഴുന്നേൽപ്പിച്ചത്, ആമേൻ, സ്തോത്രം. നമ്മൾ പറയല്ലോ, ആമേൻ, അടി കൊടുത്തെന്തോ വടി കൊടുത്ത് അടി വാങ്ങിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോടല്ലോ. എന്ന് പറഞ്ഞാൽ ആമേൻ, വടി കൊണ്ട് ജനത്തെ നന്നാക്കണമെന്നുള്ളൊരു തത്വമായിരുന്നു നഹൂമിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് അതിനുവേണ്ടി നിന്നു. എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും, വടി കൊടുത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു അടി കൊടുത്താണെങ്കിലും എന്ത് ചെയ്യണം? ജനത്തെ ആത്മാവിൽ നേടിയെടുക്കാനുള്ള ഒരു വെളിപ്പാടുമായിട്ടാണ് ദൈവം നഹൂമിനെ നിനവയിലേക്ക് അയക്കുന്നത്. സ്തോത്രം. അങ്ങനെ അതുമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഈ 3 അധ്യായം വരുമ്പോൾ അവിടെ നഹൂം ആത്മാവിൽ പറയുകയാണ്,
സംഹാരകൻ കയറി വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ അവിടെ ചെയ്യണം എന്ന 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഒന്ന്, എന്ത് ചെയ്യണം? കോട്ട കാക്കണം. 1. പിന്നെന്താ? വഴി സൂക്ഷിക്കണം. 3. അര മുറുക്കണം. അവസാനം നല്ലവണ്ണം നിന്നെ തന്നെ ശക്തീകരിക്കാം. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ആത്മാവിൽ ഒരുങ്ങി കാത്തിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന വലിയൊരു വെളിപ്പാടാണ്. നഹൂമായിട്ട് നമുക്ക് ചേർന്ന് ചിന്തിക്കുവാനും ഏറ്റെടുക്കാനും ഒക്കെ കഴിയുന്ന വലിയൊരു വെളിപ്പാടിന്റെ ശബ്ദമാണ് ഇന്ന് രാവിലെ നമുക്ക് കേൾക്കാൻ ഇടവരുത്തിയിരിക്കുന്ന സ്തോത്രം. അവിടെ പറയുകയാണ്, സംഹാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനായി, വരുവാനുള്ള വലിയ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായി, വരുവാനുള്ള വലിയ കെണികളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായി നമ്മൾ എന്ത് ചെയ്യണം? ഈ 4-5 കൂട്ടം കാര്യങ്ങൾ നാം ചെയ്യണം. ആരുടെ സംഹാരങ്ങൾ നമുക്കറിയാമല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച, കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ച അതോ അതിനെപ്പറ്റി അല്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ വിഷയമായിട്ട് എടുക്കുന്നില്ലെങ്കിലും സംഹാരകൻ ആരാന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൽ പല സംഹാരകന്മാരും എഴുതിയിട്ടുണ്ട്, അല്ലേ? സ്തോത്രം. ആമേൻ, ആമേൻ. 1 ദിനവൃത്താന്തപുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന് 21-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നമുക്കറിയാം, ഇസ്രായേൽ ദേശത്ത് സംഹാരകൻ ജനത്തിനെതിരായി എഴുന്നേറ്റ് വന്നു. എന്തിനു വേണ്ടിട്ടാ? വായിക്കുമോ നിങ്ങൾ? അധ്യായം എടുത്ത് 1 ദിനവൃത്താന്തപുസ്തകം 21-ാം അധ്യായം അവിടെ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ജനത്തിനെതിരായി സംഹാരകൻ ഇവിടെ കടന്നു വന്നത് നമുക്ക് മനസ്സിലാക്കാൻ ആ വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ 1 ദിനവൃത്താന്തപുസ്തകത്തിൽ നമുക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നു. ദാവീദിന് ഒരു ദിവസം ഇങ്ങനെ തോന്നി. നിങ്ങൾ വായിക്കണമെന്നില്ല, സ്തോത്രം. നിങ്ങൾ കണ്ടോ ആ വാക്യം? അല്ലെങ്കിൽ 21-ാം അധ്യായമാണ് എന്റെ 1-ാം വാക്യം. അതിന് സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു, അല്ലെ? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ദേശത്തൊരു സംഹാരത്തെ അഴിച്ചു വിടുവാൻ ഇസ്രായേൽ രാജ്യം മുഴുവൻ സാത്താനാൽ അവിടെ ബാധിക്കപ്പെടുകയാണ്. നമുക്കറിയാം, അന്ന് രാജാവിന്റെ ഭരണമേ, ദാവീദ് രാജാവിന്റെ ഭരണം നടക്കുന്ന കാലഘട്ടമാണ്. സ്വന്തം ഇസ്രായേൽ ചരിത്രത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു. ആര് ഭരിച്ചത്? ദാവീദ് രാജാവിനാൽ ഭരിക്കപ്പെട്ട കാലയളവ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ദാവീദിന് ഒരു ബുദ്ധി തോന്നി, ഒരു കുബുദ്ധി തോന്നുകയാണ്. എന്താന്ന് ചോദിച്ചാൽ, ഈ ജനത്തെ എനിക്കൊന്ന് എണ്ണണം. അതായത് ബേർശേബ മുതൽ ദാൻ വരെയുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ബേർശേബ മുതൽ ദാൻ വരെയുള്ള, അല്ലെങ്കിൽ ദാൻ മുതൽ ബേർശേബ വരെയാണ് ശമൂവേലിന്റെ ആധിപത്യമായിരുന്നു, അല്ലെ? ന്യായാധിപന്മാർ ഭരിച്ച കാലത്ത് ദാൻ മുതൽ ബേർശേബ വരെയായിരുന്നു ഹല്ലേലൂയ ഇസ്രായേലിന്റെ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. സ്തോത്രം, അല്ലെ? ഇവിടെ പറയുന്നു, ബേർശേബ മുതൽ ദാൻ വരെ ഉള്ള ജനത്തെ ഒന്ന് എണ്ണണമെന്ന് ദാവീദിന് തോന്നി. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല. സ്തോത്രം. എപ്പോൾ ദാവീദ് ഈ ഒരു കൃത്യം ചെയ്യാൻ എഴുന്നേറ്റോ അന്നേരം മുതൽ ദൈവം ഇസ്രായേലിനെ നോക്കാൻ തുടങ്ങി. ദാവീദിനെ നോക്കാൻ തുടങ്ങി. ആദ്യം ദാവീദിനെ ആയിരിക്കും നോക്കിയത്. സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. അന്നേരം ദാവീദ് ഈ കൃത്യം ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ദൈവം പറയാത്ത ഒരു കാര്യം ചെയ്യാൻ ദാവീദ് എഴുന്നേറ്റപ്പോൾ താൻ ഭരിച്ചിരുന്ന സ്വന്തം രാഷ്ട്രത്തിൽ, അതായത് ഇസ്രായേലിൽ, ദൈവം ജനത്തെ ബാധിക്കാൻ തുടങ്ങി. അതായത് സാത്താൻ എഴുന്നേറ്റ് ചില നീച കാര്യങ്ങൾ ദേശത്ത് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. സ്തോത്രം. അതിനും സാത്താൻ എപ്പോൾ എഴുന്നേറ്റോ അവിടെ നമുക്കറിയാം, സാത്താൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കള്ളം വരുന്നത് അറുക്കാനും മുടിക്കാനും സംഹാര താണ്ഡവം നടത്താനും ഒക്കെയാണ് സാത്താൻ ഒരു ദേശത്ത് വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മുടെ വ്യക്തികളിലായാലും പിശാച് ഒരുവനെ തൊട്ടെന്ന് പറയുമ്പോൾ, പിശാച് ഒരുവനിൽ കൂടെ വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒന്നിൽ അവന്റെ നാശത്തിനോ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ തന്നെ നാശത്തിനോ കാരണമായി തീരുമെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ സ്തോത്രം. നമുക്കറിയാം, ദാവീദ് എപ്പോൾ ജനത്തെ എണ്ണാൻ തുടങ്ങിയോ ദൈവത്തിന്റെ കോപം അവിടെ ജ്വലിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അന്നേരം ദാവീദിനെ പിടികിട്ടി താൻ ചെയ്തത് ദൈവത്തിനെതിരെയാണ്. സ്തോത്രം. അന്നേരം നാഥാൻ പ്രവാചകനും ഹല്ലേലൂയ അങ്ങനെ ചില പ്രവാചകന്മാരോട് തന്റെ ജീവിതത്തിൽ എപ്പോഴും നമുക്കറിയാമല്ലോ, ദാവീദിന്റെ ജീവിതത്തിൽ ഗാദും നാഥാൻ പ്രവാചകൻ, ഈ 2 പ്രവാചകന്മാരാണ് ദൈവം പറയുന്ന അരുളപ്പാടുകൾ തെറ്റാതെ, വള്ളിപുള്ളി തെറ്റാതെ, ദൈവം എന്ത് കൽപ്പിച്ചാലും തെറ്റുകൂടാതെ ദാവീദിനോട്, അല്ലെങ്കിൽ തന്റെ തെറ്റ് കറക്റ്റ് ചെയ്യാനായാലും ദൈവത്തോട് അടുക്കാനായാലും, അല്ലെങ്കിൽ നിന്റെ രാജ്യത്ത് ചെയ്യാനുള്ള എല്ലാ കൃത്യങ്ങളുടെയും മുമ്പിൽ ദൈവത്തോട് ദാവീദ് ആലോചന ചോദിക്കുമ്പോൾ നമുക്കറിയാം, നാഥാൻ പ്രവാചകനും ഗാദു പ്രവാചകനും ഒക്കെ ദാവീദിനോട് സംസാരിക്കുമായിരുന്നു. ദൈവം പറയുന്ന അരുളപ്പാടുകൾ ദാവീദിനോട് പറയുമായിരുന്നു. ഈ കാര്യത്തിൽ നമുക്കറിയാം, സ്വന്തം നാഥാൻ പ്രവാചകൻ അല്ല ഇവിടെ വന്നത്. പിന്നെ ആരാന്നറിയാമോ? ഗാദ് എന്ന് പറയുന്ന പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, നീ ചെയ്ത പാപമെല്ലാം, ചെയ്ത ദോഷം അത് ഈ ദേശത്ത് വ്യാപകമായിരിക്കുകയാണ്. ദൈവം ഇവിടെ അക്രമം അഴിച്ചു വിട്ടിരിക്കുകയാണ്. അതായത് സാത്താൻ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനത്തിന്റെ മധ്യത്തിൽ, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ മധ്യത്തിൽ
സാത്താൻ എഴുന്നേറ്റിരിക്കുകയാണെന്ന് ദാവീദിനോട് ഗാദ് പ്രവാചകൻ ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദിന് തെറ്റ് മനസ്സിലാക്കാൻ ഇടയായി തീരുകയാണ്. സ്തോത്രം. പ്രവാചകനോട് ദൈവം ഇങ്ങനെ സംസാരിക്കാൻ നോക്കുമ്പോൾ ദാവീദ് വളരെ വേദനപ്പെടുകയാണ്. ദൈവമേ, ഞാൻ നീ പറയാത്ത കാര്യമല്ലേ ചെയ്തത്? ദൈവം ഗാദിനോട് പറഞ്ഞു, നീ പോയി നേരെ എങ്ങോട്ടിയാണ്? കൊട്ടാരത്തിൽ ചെല്ലണം. നീ ദാവീദിനോട് പറയണം, 3 കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയുകയാണ്. ഈ ദേശത്തെ അല്ലെങ്കിൽ ദേശത്ത് സാത്താൻ വ്യാപിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമെങ്കിൽ നീ മടങ്ങി വരണം. അതായത് നിന്റെ കുറ്റത്തെ നീ ഏറ്റുപറയണം. ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് വളരെ പ്രാർത്ഥനയോട് ഇന്ന് പകൽക്കാലം ചെറിയ ദൂതകൾ നിങ്ങളുടെ മുമ്പിൽ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രാർത്ഥനയോട് എല്ലാവരും ഇവിടെ ആത്മാർത്ഥമായിട്ടായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, അന്നേരം അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദാവീദിനോട് ഗാദ് പറയുകയാണ്, ഈ ദേശത്ത് 3 കാര്യങ്ങൾ നടക്കും. 1, 3 വർഷം ഈ ദേശത്ത് ക്ഷാമം ഉണ്ടാകും. അതായത് ദൈവശബ്ദത്തിന് മറുതലിച്ചത് കൊണ്ട് ദൈവം പറയാത്ത കാര്യങ്ങൾ ദാവീദ് ചെയ്തത് സിമ്പിളായിട്ട് ഞാൻ പറയുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഇസ്രായേൽ സംഭവിക്കാൻ പോവുകയാണ്. ആര് പറയുകയാണ്? ദൈവം ഗാദ് പ്രവാചകനോട് പറയുന്നു, നീ ദാവീദിനോട് ചോദിക്കണം, ഈ 3 കാര്യങ്ങളിൽ ഏതാ നിനക്ക് വേണ്ടത്? 1, 3 സംവത്സരം ഇസ്രായേലിൽ എന്തുണ്ടാകും? ക്ഷാമം ഉണ്ടാകും. അത് നിനക്ക് വേണം. 2, സ്തോത്രം, 3 മാസം നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. അത് വേണം. അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും ശത്രുക്കളും വാളാൽ ഈ ദേശത്ത് യുദ്ധത്തിന് വരും. അതായത് 3ാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ 2 ദിവസം ഇവിടെ മഹാമാരി ഉണ്ടാകും, ജനങ്ങൾ മരിക്കും. അതായത് ദൈവം ഗാദ് പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗാദിനോടും രാജാവ് മറുപടി പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ വീണുകൊള്ളട്ടെ. അതായത് ഞാനല്ലേ പാപം ചെയ്തത്? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ വീഴട്ടെ. മനുഷ്യന്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് എനിക്ക് നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. രാജാവ് ദാവീദ് ഒന്നും മറുപടി പറഞ്ഞില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ താൻ മൂലം രാജ്യത്ത് വലിയ നാശനഷ്ടം വന്നപ്പോൾ വേദോസ്തം പറയുന്നു, ദൈവം എന്ത് പറഞ്ഞതറിയാം? ദൈവം എന്തായിരിക്കും ചെയ്തത് നിങ്ങൾക്കറിയാമോ? ദൈവം ചെയ്തത് ഈ 3 കാര്യത്തിൽ ഒന്നെന്താണ്? ഒന്നുകൂടി ഞാൻ പറയുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ആ കാര്യം. 1, 3 സംവത്സരം. ആ വാക്യം ഇവിടെ കിടക്കുന്നു ചോദിച്ചാൽ 21-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരും വായിക്കേണ്ട, വീട്ടിൽ വായിച്ചാൽ മതി. സ്തോത്രം. 3 സംവത്സരം ക്ഷാമം ഉണ്ടാകും എന്ന് പറഞ്ഞു അല്ലേ? അതാണോ നിനക്ക് വേണ്ടത്? 2ാമത് പറഞ്ഞ എന്താണെന്നറിയാമോ? സ്തോത്രം. 3 മാസം വാളും കൊണ്ട് യുദ്ധത്തിന് വരുന്ന മല്ലന്മാരുടെ നിര ഇസ്രായേലിൽ വെളിപ്പെട്ട് വരും. 3 പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ 2 ദിവസം ഇവിടെ മഹാമാരി ഉണ്ടാകും. എന്നാൽ അവിടെ പറയുന്നു ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? 2 ദിവസം ഇവിടെ മഹാമാരി അയച്ചു. നമ്മുടെ കർത്താവ് നോക്കിക്കേ, എല്ലാം സിമ്പിളായിട്ട് അവിടെ ചെയ്തു. ദൈവത്തിന് 3 സംവത്സരം ഇസ്രായേലിൽ ക്ഷാമം വരുത്താമായിരുന്നു അല്ലെ? സ്തോത്രം. അല്ലെങ്കിൽ 3 മാസം അവിടെ വാളും കൊണ്ട് ശത്രുക്കൾ കടന്നു വന്ന് യുദ്ധ സന്നാഹമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുക്കി വാളിൽ ഒത്തിരി പേര് മരിച്ചു പോകുമായിരുന്നു. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളെ ദൈവം ഓർക്കുന്ന ദൈവമാണ് അല്ലേ? ദൈവം സ്തോത്രം ക്രൂരനാണോ ദൈവം? ഒരിക്കലും ദൈവം ക്രൂരനല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവിടെ 70,000 പേർ 2 ദിവസം വന്ന മഹാമാരിയിൽ സംഹരിക്കപ്പെടുകയാണ്. സ്തോത്രം അല്ലേ? ഹല്ലേലൂയ. ദാവീദിന് മനസ്സിലായി, ഞാൻ പാപം ചെയ്തത് കൊണ്ട് എന്റെ ദേശത്ത് പാപം ചെയ്യാത്ത പ്രജകൾ 70,000 പേര് എന്ത് ചെയ്തു? മരിച്ചു എന്ന് ദാവീദിന് മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ എന്നാൽ അനുദപിക്കാൻ തുടങ്ങി വിഷയം കണ്ടിട്ട്. സ്തോത്രം. നോക്കിക്കോണേ, ഇവിടെ സംഹാര താണ്ഡവത്തിന് വേണ്ടുവന്ന ദൂതനോട് ദൈവം പറയുകയാണ്, മതി, നിന്റെ കൈ മടക്കിക്കൊണ്ടുവരിക, നിന്റെ കയ്യിലുള്ള വാൾ എതിയണം, ഉറയിലേക്ക് മടക്കിയിടുക. സ്തോത്രം. അങ്ങനെ ദേശത്ത് വലിയ അക്രമത്തിൽ നിന്ന് ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ 15-ാം അധ്യായം വാക്യത്തിലുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് കേൾക്കണമോ? സ്തോത്രം. ദൈവം തന്റെ വാൾ പിൻവലിച്ചു. ഇന്ന് രാവിലെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വയബലം കൊണ്ടല്ലാതോ നമ്മുടെ സ്വയം ശക്തി കൊണ്ടൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. ദാവീദ് ചെയ്തതിനേക്കാൾ കൊടും പാപങ്ങൾ ചെയ്തിട്ടും എന്തോ നമ്മൾ മരിച്ചു പോകേണ്ടവരാണല്ലേ? സ്തോത്രം. എന്തോ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവരായിട്ടും എത്രയോ അക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, എത്രയോ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നിട്ടും അവിടുന്ന് എല്ലാം ദൈവം പറഞ്ഞു കാണും, മതി, നിർത്തിയത്. സാത്താനോട് പറഞ്ഞു കാണും, ഈ കുടുംബത്തെ മാറ്റിയത് മതിയെന്ന് പറഞ്ഞു കാണും, ഈ വ്യക്തിയെ നോക്കിയത് മതിയെന്ന് കാണും, പറഞ്ഞു കാണും. സ്തോത്ര ദൈവങ്ങളെ. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, ദൂതനെ, നിന്റെ വാൾ എന്ത് ചെയ്യണം? ഉറയിൽ തന്നെ ഇടുക. എത്രവർക്ക് മനസ്സിലായെന്ന് രാവിലെ കാലം? നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബലം കൊണ്ടാണ്, ആർക്കും പറയാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ പാപം ചെയ്തു, ദൈവകൃപ നഷ്ടപ്പെടുത്തി. വേദപുസ്തകം പറയുന്നു, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ദൈവകൃപ നഷ്ടപ്പെടുത്തിയിട്ടും ദൈവത്തിൽ നമ്മുടെ കരുണ
ആരാധനയിൽ കടന്നു വരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായതിന്റെ ഒക്കെ പുറകിൽ നമ്മുടെ പ്രാർത്ഥനകളെ ആർക്കും പറയാൻ കഴിയത്തില്ല, നമ്മുടെ ഉപവാസം കൊണ്ട് ആർക്കും പറയാൻ കഴിയത്തില്ല, അവൻ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിക്കോണമേ, ദൈവം അവിടെ പറയുകയാണ്, അവൻ സ്തോത്രം ദൂതനോട് പറയുകയാണ്, അവൻ വാൾ ഉറയിലിടുക. അങ്ങനെ ഇസ്രായേൽ ദേശത്തെ വാദിച്ച ദൂതൻ അവിടെ എന്ത് ചെയ്തു? വാൾ ഉറയിലിടുകയാണ്. സ്തോത്രം. അടുത്ത കാര്യം അവിടെ ചെയ്യാൻ പറയുന്ന അവൻ കാണുന്നത് എന്താ പറയുമോ? ദാവീദിനെ അവൻ സ്തോത്രം ദൈവം വീണ്ടും സന്ദർശിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഒർന്നാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കളത്തിൽ വെച്ച് ദൈവം അവൻ ദാവീദുമായി അവൻ ഒർന്നാനെ തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒർന്നാന്റെ കളത്തിൽ വെച്ച് ദൈവം ദാവീദിനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ ദാവീദിനോട് ദൈവം പറയുകയാണ്, നീ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റത്തുള്ളൂ. അന്നേരം പാപത്തിന് പ്രായശ്ചിത്തം ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് പ്രായശ്ചിത്തമായത് അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി അല്ലേ? ഹല്ലേലൂയ. അതിന് നോക്കിയോണം ദൈവമക്കളെ, ഒർന്നാന്റെ കളത്തിൽ വെച്ച് ദൈവദൂതൻ പറയാൻ, നീ ഇവിടെ യാഗം കഴിക്കണം. ഏതൊരു പാപത്തിന്റെ പുറകിൽ വില കൊടുത്തെങ്കിൽ മാത്രമേ പ്രായശ്ചിത്തം ലഭിക്കത്തുള്ളൂ. മനസ്സിലായ എത്ര പേരുണ്ട്? സ്തോത്രം. ജീവിതത്തിൽ ദൈവത്തോട് അകന്നു പോകുമ്പോൾ ഒരു പ്രായശ്ചിത്തം കഴിച്ച് മടങ്ങി വരാൻ ദൈവം വീണ്ടും ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടെയൊക്കെ അകന്നു പോയി കാണും, നമ്മുടെ ചിന്തകൾ എത്രയോ ദൈവക്കുറവോട്ട് മാറിപ്പോയി കാണും. എന്നാൽ വീണ്ടും മടങ്ങി വരാൻ ദൈവം നമ്മോട് സംസാരിച്ചത് കൊണ്ടല്ലേ ഈ ആരാധനയിൽ കടന്നു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, യാഗം അർപ്പിക്കുവാൻ, സ്തുതി സ്തോത്രങ്ങൾ കരയറ്റുവാൻ ദൈവം ഇടയാക്കിയതിന്റെ പുറകിൽ ദൈവമക്കളെ ദൈവം നമ്മോട് കാണിച്ച മഹാകരുണയാണ്. എത്ര പേർക്ക് ആ മഹാകരുണയെ ഓർക്കാൻ കഴിയും? ഓ റീബാന ഭൈഡാന ശബ്ദന ദീപാന അത്തുര റീബക്കടകസ്യാന. അതായത് നമ്മുടെ കർത്താവ് കരുണ തോന്നുന്ന ദൈവമാണ് അല്ലേ? സ്തോത്രം. ദൈവം പറയുകയാണ്, ഈ ഒർന്നാന്റെ കളത്തിൽ നീ എന്ത് ചെയ്യണം? പോയി യാഗപീഠം പണിയണം. ഇതൊക്കെ വില കൊടുത്ത് അവൻ ചെയ്യേണ്ട കാര്യമാണ്. സ്തോത്രം അല്ലേ? ഹല്ലേലൂയ. അവിടെ ഒരു യാഗപീഠം പണിയണം, എന്നെങ്കിൽ മാത്രമേ ഈ ബാധ ജനത്തെ വിട്ട് മാറിപ്പോകത്തുള്ളൂ. ഇത് കേട്ടോ ദൈവമക്കളെ? സ്തോത്രം. ഈ ബാധ വിട്ട് ജനത്തെ, ഇസ്രായേൽ രാജ്യത്തെ വിട്ട് ദൈവം അയച്ച ബാധ പിന്മാറി പോകണമെങ്കിൽ നീ ഒരു യാഗം കഴിക്കണം. അവൻ നമ്മുടെ ഹെഡിങ് എന്താണ്? സംഹാരകൻ നിനക്ക് എതിരായി വരുന്നു അല്ലേ? സ്തോത്രം. ഇവിടെ ദാവീദ് അത് ചെയ്യാൻ തുടങ്ങുകയാണ്. അവിടെ യാഗപീഠം പണിയാൻ തുടങ്ങിയപ്പോൾ അവൻ സ്തോത്രം അവിടെ ഒർന്നാൻ എന്ന് പറയുന്ന സ്തോത്രം ആ വയലിന്റെ ഉടമസ്ഥൻ പറയുകയാണ്, ദാവീദേ അവൻ നീ ഇത് വിലക്ക് എടുത്തുകൊള്ളുക. സ്തോത്രം. അല്ലെങ്കിൽ അവൻ ഹല്ലേലൂയ, നീ വില കൊടുത്തൊന്നും ഇവിടെ ഒന്നും ചെയ്യേണ്ട. സ്തോത്രം. ദൈവം പറഞ്ഞല്ലോ അവൻ യാഗം കഴിക്കണം. എന്നാൽ യാഗത്തിനുള്ള അവൻ കാളക്കുട്ടിയും യാഗത്തിന് വേണ്ട ഹോമയാഗങ്ങൾക്കും സമാധാന യാഗങ്ങൾക്കും ഒക്കെ നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിലയും ഞാൻ കൊടുത്തോളാം. ആര് പറഞ്ഞു? ഒർന്നാൻ എന്ന് പറഞ്ഞ ശ്രേഷ്ഠന പ്രഭു പറയുമ്പോൾ ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. അതാ വായിക്കുന്നതാണ്. സ്തോത്രം. 24 വാക്യം വായിക്കുമ്പോൾ 21 ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലക്ക് അത് വാങ്ങുകയുള്ളൂ, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വാക്യം പിടികിട്ടിട്ടുണ്ട്? സ്തോത്രം അല്ലെ? ഒരു പക്ഷെ നമ്മൾ തന്നെ പറഞ്ഞ അയ്യോ അത് മുഴുവൻ കൊടുത്തതെന്ന് നമ്മൾ പറഞ്ഞില്ലേ? സ്തോത്രം. കാര്യം ചെലവുള്ള കാര്യമായി യാഗം നടത്താൻ അല്ലെ? ദൈവത്തിന് യാഗപീഠം പണിയാനും യാഗം നടത്താനും ഒക്കെ അവൻ വളരെ വിലപിടിപ്പുള്ള ഒരു കാലഘട്ടമായിരുന്നു ന്യായപ്രമാണ യുഗം എന്ന് പറയുമ്പോൾ. സ്തോത്രം അല്ലെ? ഹല്ലേലൂയ. കാളക്കുട്ടി വേണം, യാഗപീഠം പണിയണം, യാഗവസ്തുവിനെ ശുദ്ധീകരിക്കത്തക്ക രീതിയിലുള്ള ലേപങ്ങൾ വേണം, അതിനുള്ള എണ്ണ വേണം. പല ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കുമ്പോൾ അവൻ യാഗം നടത്താൻ കടന്നു വരുന്ന വ്യക്തിക്ക് വലിയ വില കൊടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ദാവീദ് പറയുകയാണ്, നീ വിലയൊന്നും കൊടുക്കണ്ട. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുഴുവൻ വിലയും കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വീണ്ടും അടുത്തു വന്നാൽ മാത്രം മതി അല്ലേ? ഹല്ലേലൂയ. അവൻ ദൈവമക്കൾ എന്ന് പറഞ്ഞതുപോലെ ദാവീദ് പറയുകയാണ്, ഒർന്നാനെ യജമാനനെ നീ ഒരു വിലയും കൊടുക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദാവീദ് പറയുന്നു, അവൻ സ്തോത്രം അവൻ ഹോമയാഗം കഴിക്കുകയാണെങ്കിൽ അവിടെ വായിച്ചപ്പോൾ 24 അവൻ സ്തോത്രം ഞാൻ മുഴുവിലേക്ക് അത് വാങ്ങത്തുള്ളൂ, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുമോ? ദൈവത്തിന് വേണ്ടി അവനവന്റെ കയ്യിലുള്ള നന്മയാണ് കൊടുക്കേണ്ടത്. അവനവനാണ് ദൈവത്തിന് വില കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പക്ഷെ പല കാര്യത്തിലും പറയും, ദൈവമേ അവര് കൊടുത്തോട്ടെ, ഇവര് കൊടുത്തോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള വലിയൊരു രഹസ്യം എന്താന്ന് ചോദിച്ചാൽ, നിന്റെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ദാവീദേ നീ വില കൊടുത്തേ പറ്റത്തുള്ളൂ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന രാജ്യത്തിൽ ജനത്തിന്റെ പാപം വിട്ട് അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വീണ്ടും ദൈവത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ
ദാവീദേ, നീ വില കൊടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഒന്നാൻ വില കൊടുത്താൽ, ആ യജമാനൻ വില കൊടുത്താൽ, അവനുള്ളതൊക്കെ മുടക്കി അവൻ ആ ഹോമയാഗവും സമാധാനയാഗവും കഴിക്കുവാനുള്ള സകല വസ്തുക്കളും കൊടുത്താലും ദൈവം ആഗ്രഹിക്കുന്നത് ദാവീദിന്റെ കരത്തിൽ കൊണ്ട് തന്നെ അത് കൊടുക്കണം. ദാവീദിനുള്ളത് കൊടുക്കണം. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് കൊടുത്തിട്ട് യാഗപീഠം പണിതു. നിങ്ങൾ കണ്ടോ വാക്യം 25-ാം വാക്യം വായിക്കുമ്പോൾ 600 ശേക്കൽ പൊന്ന് എത്ര ലക്ഷങ്ങളുടെ ആയിരിക്കും. സ്തോത്രം അല്ലെ. 600 ശേക്കൽ പൊന്ന് ഓർന്നാന് കൊടുത്തിട്ട് അവിടെ യാഗപീഠം പണിതു. അന്നേരമുള്ള സംഭവിച്ച കാര്യം വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. സ്തോത്രം. അപ്പോൾ യഹോവയോട് അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തീയിറക്കി, ഹോമപീഠത്തിന്മേൽ തീയിറക്കി അവൻ ഉത്തരമരുളി. അല്ലേ, അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ദൈവം പറയുകയാണ്, യഹോവ ദൂതനോട് കൽപ്പിച്ചു, അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. അതായത് എന്താണ്? ആദ്യം നടന്ന കാര്യം പറഞ്ഞു, പാപം ഏറ്റു പറഞ്ഞപ്പോൾ അല്ലേ ദൈവം എന്ത് ചെയ്തു? അവൻ സ്തോത്രം വാൾ ഉറയിലിടാൻ പറഞ്ഞു. 2, ദൈവം പറഞ്ഞു, നീ യാഗപീഠം പണിത് നീ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെയ്ത ക്രിയ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് വീണ്ടും ദാവീദ് പാപമേറ്റു മടങ്ങി വന്നപ്പോൾ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ തീ ഇറക്കി യാഗപീഠത്തിന്മേൽ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുത്തിയിട്ട് ദൈവം വീണ്ടും 2ാം പ്രാവശ്യം പറയുകയാണ്, അല്ലയോ ദൂതനെ, നിന്റെ കയ്യിലുള്ള വാൾ അവൻ ഉറയിലിട്ടുകൊള്ളണം. ഇസ്രായേലിലേക്ക് നിന്റെ വാൾ ഒരു സംഹാര നാശമായി കടന്നു വരാതെ വേണം നിന്റെ വാൾ ഉറയിലിട്ടുകൊള്ളുക എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ. സ്തോത്രം. 28-ാം വാക്യം. ആ കാലത്ത് എബ്യൂസിനെ ഒർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി എന്ന് ദാവീദ് കണ്ടു. എത്ര പേര് കണ്ടു? സ്തോത്രം. ആ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. ഒർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി എന്ന് ദാവീദ് അവിടെ വെച്ച് കണ്ടു. അന്നേരം ദൈവത്തിന് വേണ്ടി നമ്മൾ എവിടൊക്കെ നിൽക്കുന്നു, സംഹാരകൻ നമ്മുടെ വീട് വിട്ട് മാറിപ്പോകും. ഇന്ന് രാവിലെ ഇസ്രായേൽ രാഷ്ട്രത്തെ മുഴുവൻ ബാധിച്ച ആ ബാധ അല്ലെ, ഒരു പക്ഷെ കൂടുതൽ ആൾക്കാർ മരിക്കാമായിരുന്നു. 70,000 പേർ കൊണ്ട് അവൻ ഒതുങ്ങത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ ദൈവശബ്ദം കേൾക്കുന്ന ദൈവവേദനെ, ദൈവവചനത്തിന് മുമ്പിൽ ഉറയ്ക്കുന്ന ദൈവവേദനെ, അവൻ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ? ഹല്ലേലൂയ. ഒരു പക്ഷേ പ്രയാസമുള്ള കാര്യമാണെന്ന് പ്രാരംഭത്തിൽ നിനക്ക് തോന്നിയാലും, അവൻ അത് പ്രയാസമുള്ളതാണെന്ന് തോന്നിയാലും, ഒരു ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നീ അനുസരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ദൈവം നിന്റെ അകത്ത് ഇറങ്ങി വരും. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കും. നിന്റെ അകമൻ വീടിന്റെ അകത്തുള്ള മരണത്തെ ദൈവം മാറ്റും. നിന്റെ ദേശത്ത് ശത്രുവായ പിശാച് വിതച്ച സകല സംഹാര താണ്ഡവങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവം മാറ്റിക്കളയും. എത്ര പേർ കാണുന്നുണ്ട്? കഴിഞ്ഞ നാളുകൾ നിന്റെ വീടിനെ കാത്തുനിൽക്കുന്ന, കഴിഞ്ഞ നാളുകൾ നിന്നെ തകർക്കാൻ വന്ന, കഴിഞ്ഞ നാളുകൾ നിന്നെ അവൻ ഒടുക്കാൻ വന്ന പൈശാചിക മേഖലകൾക്കകത്ത് ദൈവശക്തിയാണ് നിന്നെ നിർത്തിയത്. വിശ്വാസമുള്ള രാമേ പറഞ്ഞേ, വിശ്വാസമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം തന്നെ അവൻ ഹല്ലേലൂയ അവൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ദൈവമാണ് ഇതിനെ മാറ്റുന്നത്. ദൈവം പറയുന്നു, പ്രാർത്ഥിക്കുന്നതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അവന്റെ വീടിന്റെ അകത്തളത്തിൽ ഒരു ദൈവശക്തി നിലനിൽക്കുന്ന ഫലകാലമാണ്. കഴിഞ്ഞ നാടുകളിൽ നിന്ന് തോറ്റെന്ന് പറഞ്ഞാലും ദൈവം പറയുന്നു, ദാവീദേ, നീ വിലകൊടുത്ത് യാഗപീഠം പണിയുന്നുണ്ടെങ്കിൽ ഈ ദേശത്ത് വീണ്ടും രാജാവായി നീ ഭരിക്കും. നീ വീണ്ടും മുമ്പോട്ട് പോകും. ഇസ്രായേലിനെ മുതൽ വരെ ഭരിക്കുവാൻ നിന്നെ ജയിക്കാൻ ഒരു രാജാവ് ഉണ്ടാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ മരണം മാറിയത് വേദോസ്ത പറയുന്നു, സംഹാരം മാറിയത് വേദോസ്ത പറയുന്നു. ഇന്ന് രാവിലെ നിന്നെ ഒതുക്കാൻ എത്ര പേരുണ്ട്? 1000 പേരായാലും 10,000 പേരായാലും വേദോസ്ത പറയുന്നു, ഇതൊന്നും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. ഒരു വ്യക്തിയുടെ വാക്ക് നിനക്ക് പാലിക്കത്തില്ല. ഒരു ദേശം എഴുന്നേറ്റാലും നീ തോറ്റു പോകത്തില്ല. എത്ര വ്യക്തികളും എത്ര പ്രതികൂലങ്ങളും നിനക്കെതിരെ എഴുന്നേറ്റാലും ചില വ്യക്തികൾ ഏരിയട്ടെ യേശുവിൻ നാമത്തിൽ
ദൈവത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തകർക്കാൻ നോക്കുന്ന ചില പ്രതികൂലങ്ങളെ പ്രാർത്ഥിച്ചോ, ആരാധിച്ചോ. ദൈവകരം ചിലതിനെ മാറ്റുന്ന മകൻ, ചിലതിനെ ദൈവത്തിന്റെ വീടിന്റെ കത്തറത്തിൽ ഉറങ്ങി വരുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവം ദേശത്തെ വിടുവിച്ചു. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു സംഹാരത്തിൽ നിന്ന് ദൈവം ജനത്തെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അല്ലേ? പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമുക്കറിയാം പെസഹ എന്ന് പറയുമ്പോൾ ജനത്തിന്റെ വിടുതൽ എന്ന് വേണേ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. പാസ്ഓവർ, പാപത്തിൽ നിന്ന് ജനത്തെ ദൈവം കരകയറ്റുവാൻ ആഗ്രഹിക്കുന്നു. മരണദൂതൻ വീട്ടിൽ കടന്നു വരാതെ മിസ്രയീമിൽ നമുക്കറിയാമല്ലോ, അവൻ അഹരോനും മോശയും പലവട്ടം ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കുക. എന്റെ ജനത്തെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ വിട്ടയക്കാൻ അഹരോനോടും മോശയോടും അവൻ മോശയും അഹരോനും ഫറവോന്റെ മുമ്പിൽ പലവട്ടം പോയി പറഞ്ഞിട്ടും അല്ലെ സ്തോത്രം ഫറവോൻ കൂട്ടാക്കാതിരുന്നപ്പോൾ നമുക്കറിയാം അല്ലെ സ്തോത്രം 9 ബാധകൾ ദൈവം അയക്കുകയാണ്. സ്തോത്രം. അല്ലെ 10 ബാധകൾ നമുക്കറിയാം. ഇവിടെ പലപ്പോഴും യൂത്ത് മീറ്റിങ്ങിലൂടെ പറഞ്ഞു കേൾക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ബാധകൾ അഴിച്ചു, 9 ബാധ അഴിച്ചിട്ടും ഫറവോന്റെ മനസ്സ് കടുത്തതേ ഉള്ളൂ. അല്ലെ? ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയുകയാണ് 10ാം ബാധയെ നയിക്കാൻ പോവുകയാണ്. അത് ഫറവോന്റെ ആദ്യ ജാതൻ മുതൽ മിസ്രയീമിൽ അടയാളമില്ലാത്ത സകലത്തെയും ഹല്ലേലൂയ ഞാൻ നശിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ സ്തോത്രം. അങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഒരു പെസഹ ഇവിടെ ഒരുക്കണം. ആരോട് പറഞ്ഞു? മോശയോട് പറഞ്ഞു. ആമേൻ, സ്തോത്രം. വരുവാനുള്ള സംഹാരത്തെ ഓവർകം ചെയ്യാൻ ഒരു പാസ് ഓവർ നിങ്ങൾക്ക് വേണം. നിങ്ങൾ പുറത്തു വരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നിങ്ങൾ പെസഹ ആചരിക്കണം. സ്തോത്രം. നിങ്ങളുടെ വീടിന്റെ കട്ടില കാൽമേലും കാലിന്മേലും കുറുമ്പടിമേലും നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? 5:5 ആട്ടിൻകുട്ടി ഊരമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആടുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. സ്തോത്രം. അതിന്റെ രക്തമറുത്ത്, അതായത് കോലാടിന്റെയോ ചെമ്മരിയാടിന്റെയോ, അതായത് ഒരു ആടായിരിക്കണം എന്ന് ദൈവവചനം പറയുന്നു. ഇതെല്ലാം ഒരു പൂർത്തിയെ, സമ്പൂർണ്ണതയെ കാണിക്കുന്നതാണ്. സ്തോത്രം. അല്ലേ? ഊനമില്ലാത്തതാകണം. നമ്മൾ വായിച്ചതിനല്ലേ? ആട്ടിൻകുട്ടി ഊനമില്ലാത്തതാകണം, 1 വയസ്സ് തികഞ്ഞതാകണം. അല്ലെ? അതാണായിരിക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കും പ്രമാണമുണ്ട്. നമുക്ക് ആ പ്രമാണമില്ലാത്ത. സ്തോത്രം. ദൈവത്തിന് എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനും പ്രമാണമുണ്ട്. ദൈവത്തിന് ഒരു ചട്ടം ഉണ്ടായിരിക്കും. ദൈവത്തിന് ഒരു വിധി ഉണ്ടായിരിക്കും. അതിന്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ദൈവം എല്ലാ കാര്യം ചെയ്യത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ വചനം മുഴുവൻ അവൻ കൽപ്പനയ്ക്ക് അവൻ വിധേയമാണ്, പ്രമാണങ്ങൾക്ക് വിധേയമാണ്, വിധികൾക്ക് വിധേയമാണ്. ദൈവം പ്രമാണമില്ലാതെ ഒന്നും ചെയ്യത്തില്ല. ഈ 66 പുസ്തകങ്ങൾ ഒരു ദൈവ ഭക്തന്റെ കയ്യിൽ ദൈവം കൊടുക്കുമ്പോൾ ദൈവത്തിന് അറിയാം, ഒരു വണ്ടിയും പുള്ളിയും തെറ്റാതെ എന്റെ ജനം ഇത് ആചരിക്കണം. അവൻ ഹല്ലേലൂയ ഇത് കൈകാര്യം ചെയ്യണം. അവൻ ഒട്ടും കുറയ്ക്കാനോ കൂട്ടാനോ ദൈവം നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേൽ ജനം ഹല്ലേലൂയ 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു? മോശയുടെ അഹരോന്റെ ശബ്ദം കേട്ടു. അവർ തീരുമാനിച്ചു, ആട്ടിൻകുട്ടി അറുക്കാൻ തീരുമാനിച്ചു. ഓരോ ഭവനങ്ങളുടെയും കട്ടില കാൽമേലും കുറുമ്പടിമേലും സ്തോത്രം രക്തം പുരട്ടാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവര് പുരട്ടി. ദൈവം പറഞ്ഞു, അവൻ ഇന്ന് രാത്രിയിൽ ഈ രക്തം അടയാളം ഇട്ടിട്ടുള്ള ഒരു ഭവനത്തിന്മേലും സംഹാരകൻ ബാധിക്കത്തില്ല. സ്തോത്രം. ഒരു ഭവനത്തിന്റെ മേലും അവൻ മരണദൂതൻ അടുക്കത്തില്ല. ഇന്ന് രാവിലെ മരണത്തെ ഭയപ്പെടുന്ന ചില കുടുംബങ്ങളിലെ തീരുമാനം വരുന്ന ദിവസങ്ങളിലെ നശിപ്പിക്കുമോ, ശത്രുവിനെ ഒതുക്കുമോ എന്ന് ഭാരപ്പെടുന്ന ചില വ്യക്തികളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ യേശുവിന്റെ രക്തം അവൻ നിന്റെ പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും വരുവാനുള്ള ന്യായവിധിയെ എല്ലാം മാറ്റി, വരുവാനുള്ള ശിക്ഷാവിധിയെ എല്ലാം നിന്റെ മുമ്പിൽ നിന്ന് മാറ്റുന്നതാണ്.
ഹല്ലേലൂയ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവര് കട്ടിലക്കാൽമേലും കുറുമ്പടിമേലും അവൻ ചോര പുരട്ടി. സ്തോത്രം അല്ലേ? 13-ാം വാക്യം വായിക്കുമ്പോൾ അവൻ സ്തോത്രം 12-13 വാക്യം, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ ഇസ്രായേൽ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരത്തില്ല. ആമേൻ പറയാൻ എത്ര പേര് എത്തിപ്പെട്ടു? ഹല്ലേലൂയ. ഞാൻ ഇസ്രായേൽ ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവാകത്തില്ല. ഇന്ന് രാവിലെ മരണം കാണുന്ന അവൻ മുമ്പിൽ മരണം നടക്കും. വീടിനകത്ത് താമസിക്കാതെ ഒരു മരണമുണ്ടെന്ന് പുറത്തു പറയുന്നില്ലെങ്കിലും അകത്തളത്തിൽ കുറിച്ചിരുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, യേശുവിന്റെ രക്തം നിന്റെ വീടിനകത്തോട്ട് തളിക്കാമോ? വിശ്വാസത്താൽ ആത്മാവിൽ യേശുവിന്റെ രക്തം നീ തളിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ സംഹാരങ്ങൾ എങ്ങനെ ഇസ്രായേൽ ദേശത്തെ മറികടന്നു പോയോ? രക്തം കണ്ട് അവൻ ഹല്ലേലൂയ സംഹാരങ്ങൾ കടന്നുപോയോ? അവൻ കടന്നു വരാതെ രക്ഷപ്പെട്ടോ? അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ നിന്നെ രക്ഷിക്കാൻ കടന്നു വരികയാണ്. പറഞ്ഞു, പെസഹ എന്ന പുളിപ്പില്ലാത്തപ്പം നിങ്ങൾ ഉണ്ടാക്കണം. അല്ലേ? സ്തോത്രം. വെറുതെ പെസഹപ്പം കുറിച്ച് കഴിക്കാൻ കർത്താവ് പറഞ്ഞു, അതിന് പ്രമാണമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലുള്ളതിനൊക്കെ പ്രമാണം. വിശുദ്ധനെ, ഒരു ഭക്തനെ, ഒരു വിശ്വാസിക്കൊക്കെ പ്രമാണമില്ലാതെ ജീവിച്ചാൽ അവന്റെ കാര്യം പോകാൻ അർത്ഥം. നമ്മൾ പറയുമ്പോ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിനക്ക് കുഴപ്പമായി തീരും. അതൊക്കെ സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ? 11-ാം വാക്യത്തിൽ അത് വായിക്കട്ടെ. സ്തോത്രം. അരകെട്ടിയും കാലിന് ചെരുപ്പും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് വേണം നിങ്ങൾ തിന്നാൻ. നമ്മളത് സൗകര്യമാരൊക്കെ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് തീരുമാനിക്കും പെസഹാപ്പം ഉണ്ടാക്കണം, അല്ലെ? ഇത്ര ആമേൻ സ്തോത്രം അരി വെള്ളത്തിലിടണം, അല്ലെ? ഇത്ര തേങ്ങ വേണം, പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്തോത്രം. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, നമ്മൾ ഒത്തിരി ഉണ്ടാക്കിയത് കഴിച്ചവരൊക്കെ അല്ലേ? സ്തോത്രം. അല്ലെ? ദൈവം പറയുന്നു, അരകെട്ടിക്കൊണ്ട് വേണം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പമാകുന്ന പെസഹ ആചരിക്കുവാൻ. അരകെട്ടണം. അതായത് ഇസ്രായേൽ ജനത്തിനൊരു യാത്രയുണ്ട്, ഒരു മുന്നേറ്റമുണ്ട്. ഹല്ലേലൂയ. ഒരു ഒരുക്കം അതിന് വേണം. ഇത് രാവിലെ നമ്മൾ വിശ്വാസിയായിട്ട് ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വളരണം. മുമ്പോട്ട് നമ്മൾ പോകാൻ ശ്രമിക്കണം. മുമ്പോട്ട് പോകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഒരു ഒരുക്കം വേണം. നിനക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ആത്മീയ കൂട്ടായ്മയ്ക്കകത്തുള്ള ഒരുക്കം നിനക്ക് വേണം. ദൈവത്തെ ആരാധിക്കാൻ എനിക്കൊരു തീരുമാനമുണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ? കാലിന് ചെരിപ്പിടണം. അതെന്താ? ഒരുക്കത്തെ കാണിക്കുന്നതാണ്. സ്തോത്രമല്ലേ? ചെരിപ്പിടണം. മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമായതുകൊണ്ട് കാലിന് ചെരുപ്പ് അഴിച്ചു കളയാൻ പറഞ്ഞു. അല്ലേ? എന്നാൽ ഇവിടെ പറയുന്നത് എന്താ അറിയുമോ? നീ ചെരുപ്പിടണം. അത് ഒരു നിയോഗത്തെ കാണിക്കുന്നതാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കം ഉണ്ടെങ്കിൽ ഒരു നിയോഗം നിനക്കൊണ്ട് കാണിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ ശുശ്രൂഷ നിനക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് ചുരുക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ കഴിയുമോ? രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ശുശ്രൂഷകരാണ്. വീണ്ടും അവരുടെ പ്രാർത്ഥനയും ദൈവ സാന്നിധ്യവും അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് വഴി ദൈവം കൃപാവരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ ശുശ്രൂഷകരായി തീരുകയാണ്. ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം. കയ്യിൽ വടി പിടിക്കണം. അതായത് എന്താണ്? എപ്പോഴും വടിയുടെ കാര്യം നമ്മളിവിടെ കേൾക്കുന്നതാണ്. മോശയെ ഏൽപ്പിച്ചൊരു വടി ഉണ്ടായിരുന്നു, അധികാരത്തിന്റെ വടി. ഇല്ലേ? സ്തോത്രം. നമ്മുടെ കയ്യിലും നാവിലും ഒക്കെ അധികാരം ഏർപ്പെട്ട് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെറുത് മാറി പോകണമെങ്കിൽ ദൈവം ഏൽപ്പിച്ച അധികാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവം ചില കാര്യം നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ നാവിലൊരു അധികാരമുണ്ട്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നിങ്ങൾ കണ്ടോ ഇസ്രായേലിനെ ഇനിയും കാണത്തില്ല. അത് അധികാരത്തിന്റെ വാക്കാണ്. സംഹാരത്തിന്റെ വീട്ടിൽ ഇനി കടന്നു വരത്തില്ല. ഹല്ലേലൂയ. അതൊരു അധികാരത്തിന്റെ വാക്കാണ്. ചെങ്കലിന് മുമ്പിൽ മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടിയെ നീ അടിക്കുക. അത് ദൈവം കൊടുത്ത അധികാരം. ഏലിയാവിനോട് പറഞ്ഞാൽ ഏലിയാവിന് പറയാൻ കഴിയും, ഞാൻ പ്രാപിച്ച അധികാരത്തിന്റെ വടി, അധികാരത്തിന്റെ പുതപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. സ്വന്തം. ഇത് രാവിലെ ഇതൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒരു പ്രമാണമുള്ള ഭക്തനായിരിക്കണം നമ്മൾ. ദൈവത്തോട് നമ്മൾ അടുത്തു വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചിന്തിച്ച് ആ വഴിക്ക് പോയാൽ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയും. സ്വന്തം. ഹല്ലേലൂയ. അദ്ദേഹം നോക്കിയോടെ സംഹാരകൻ രാത്രിയിൽ എല്ലാ ഭവനത്തിലും വരികയാണ്. അതായത് മിസ്രൈമിൽ കൂടെ സംഹാര താണ്ഡവത്തിനായി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.
അവിടെ കടന്നു വരുന്നു. ആര്? അവൻ ഹല്ലേലൂയ മരണ ദൂതൻ അവിടെ കടന്നു വരികയാണ്. അന്നേരം ഓരോ വീട് വരുമ്പോൾ നോക്കും, എന്തുകൊണ്ടതാ? രക്തമടയാളം ഇട്ടിട്ടുണ്ടോ? പത്തനംതിട്ടയിൽ കടന്നു വരുമ്പോൾ നോക്കും, അല്ലേ? മുക്കടയിൽ കൂടെ കടന്നു പോകുമ്പോൾ നോക്കും, ഭാര്യമരത്തൂടെ കടന്നു പോകുമ്പോൾ നോക്കും, അല്ലേ? തെക്കേമേലിൽ കൂടെ കടന്നു പൊന്നച്ചന്റെ അങ്കിളിന്റെ ഭവനത്തിൽ നോക്കും, രക്തമടയാളം ഇട്ടിട്ടുണ്ടോ? സുബ്രാസിന്റെ നിയമം നോക്കും, അല്ലേ? സ്വതന്ത്രം സുബ്രാസിന്റെ നിയമം നോക്കും. അവൻ ഇങ്ങനെ ഓരോരുത്തർ ചെറിയ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിയമം നോക്കും. എന്തോ നോക്കുന്നേ? അവൻ രക്തം അടയാളം ഇട്ടിട്ടുണ്ടോ? സ്വതന്ത്രം അന്നേരം മനസ്സിലാകും. ഹല്ലേലൂയ. നീ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കണം. ഹല്ലേലൂയ. നിന്റെ പരാജയം ഭവിക്കുന്നില്ലെങ്കിൽ ഓർക്കണം. നിന്റെ മേൽ അടയാളമുള്ള രക്തമുണ്ട്. നിന്റെ നെറ്റിമേൽ അടയാളമുള്ള യേശുവിന്റെ രക്തം. നിന്റെ ശരീരം മുഴുവൻ കഴുകുന്ന യേശുവിന്റെ രക്തം. നിന്നെ വ്യത്യസ്തനാക്കി നിർത്തുന്ന യേശുവിന്റെ രക്തം. നിന്റെ വീടിനകത്തെ മരണത്തെ മാറ്റുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഇതിവിടെ കേട്ട സാക്ഷ്യങ്ങളിൽ കൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. മരണത്തെ നമ്മളെല്ലാം പേടിക്കുന്നവരാണ്. സ്വന്തം ഹല്ലേലൂയ. എന്നാൽ മക്കളെ സംഘാരകൻ ഒഴിഞ്ഞു കടന്നുപോയി. ഓ സ്തോത്രം. എന്നാൽ നോക്കിക്കോണമേ, അവൻ ഹല്ലേലൂയ ഫറവോന്റെ വീടിനെ, ഫറവോന്റെ ആദ്യ ജാതനെ അവൻ സ്തോത്രം ബാധയാൽ ദൈവം കൊല്ലുകയാണ്. സ്തോത്രം. അവൻ 10ാമത്തെ ബാധ ദേശത്ത് ദൈവം അയക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം പറഞ്ഞാൽ എല്ലാ ആദ്യ ജാതന്മാരെയും കൊല്ലാൻ അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. പെസഹ ആചരിക്കാത്ത, രക്തത്തളി ഇല്ലാത്ത കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ ദൈവത്തിന്റെ കരം ജനത്തിനെതിരായി വെളിപ്പെട്ട് വരുമ്പോൾ ഫറവോന് എക്സംഷൻ ഉണ്ടെന്ന് ആരും ഓർക്കരുത്. ഫറവോനെ, നിന്റെ വീട്ടിൽ രക്തത്തളി ഇല്ലെങ്കിൽ, നിന്റെ കട്ടിലെ കാലിന്മേൽ ആരമരങ്ങളുടെ അവൻ കുറുപ്പടികളുടെ മേൽ യേശുവിന്റെ രക്തമില്ലെങ്കിൽ, കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ വീടിന്റെ അകത്ത് മരണം വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചോ? ഫറവോന്റെ ആദ്യ ജാതൻ മുതൽ മരിക്കാനായിട്ടിടയായി തീരുകയാണ്. അവൻ സ്വന്തം അങ്ങനെ വലിയൊരു ദേശത്ത് വലിയ അനർത്ഥം അവിടെ ദൈവം അഴിച്ചു വിട്ടപ്പോൾ അവൻ ഫറവോന് മനസ്സിലായി, ഇത് ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരമാണെന്ന് ഫറവോന് മനസ്സിലായി. ഫറവോൻ മോശെ അക്കരയെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കാം, ജനത്തെ വിട്ടയക്കാം എന്ന് ഫറവോൻ പറയുകയാണ്. 10ാമത്തെ ബാധ ദേശത്തിനെതിരായി എഴുന്നേറ്റപ്പോൾ, 10ാമത്തെ ബാധ അവൻ അനർത്ഥങ്ങൾ വിതച്ചപ്പോൾ, മരണം വിതച്ചപ്പോൾ ഫറവോന് മനസ്സിലായി, ഈ ജനത്തെ പിടിച്ചു വെക്കാൻ ഇനിയും കഴിയത്തില്ല. കാളക്കുട്ടിയുടെ മുമ്പിൽ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ അവൻ ആരാധിക്കാൻ ഈ ജനത്തിന് ഇനി കഴിയത്തില്ല. ഇവിടെ ജീവനുള്ള ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്, ഇസ്രായേലിന്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. തുടർന്ന് മനസ്സിലാവുന്നുണ്ട്. സ്വന്തം ഹല്ലേലൂയ. ആമേൻ. സ്വന്തം. അതുകൊണ്ട് സംഹാരം കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇവിടെ പറയുന്നു, കോട്ട കാക്കണം, അല്ലേ? പിന്നെ വഴി സൂക്ഷിക്കണം, അരമുറുക്കണം, ശക്തീകരിക്കണം, അല്ലെ? ഹല്ലേലൂയ. കോട്ട കാക്കണം. കോട്ട എന്താണ്? സ്വന്തം മതിലാണ്. മതിൽ തകർക്കാനും കഴിയും, പണിയാനും കഴിയും. ഒരു ഭക്തന് പണിയാൻ കഴിയണം, തകർക്കാനും കഴിയണം. കേട്ടോ പറഞ്ഞേ? സ്വന്തം, അല്ലെ? തകർക്കാൻ കഴിയുന്ന എന്താണ്? സ്വന്തം. സഖറിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെ, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം എന്നീ സമഭൂമിയായി തീരും, അല്ലെ? സ്വന്തം. അതിനെ തകർക്കാൻ കൃപ, കൃപ എന്ന് പറയുന്ന ആണി കല്ലുകൊണ്ട് നിനക്ക് ചിലതിനെ പണിയാൻ കഴിയും എന്ന് സെരുബ്ബാബേലിനോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്. ശലോമോൻ പണിത ആലയം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും സെരുബ്ബാബേലിന്റെ കൈകൊണ്ട് പണിയാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ സഖറിയാ പ്രവചന ദൂതനായി പറയുകയാണ്, നീ തന്നെ പണിയും, നിന്റെ കൈ അതിന്റെ ചലനം പിടിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങൾ ഭാരപ്പെടുവാനായിട്ടല്ല, നിങ്ങൾ വേദനപ്പെടുവാനായിട്ടല്ല, ചില കോട്ടകളെ നിന്റെ മുമ്പിൽ ദൈവം ഒരുക്കിയിരിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നീ പ്രഖ്യാപിക്കുമ്പോൾ, അവൻ നീ ഉറക്കാൻ പറയുമ്പോൾ, ചില കോട്ടകൾ ആത്മാവിനെ സ്തുതിക്കുമ്പോൾ, ചില പ്രതികൂലങ്ങളെ ദൈവം വഴി മാറ്റിവിടും. ഹല്ലേലൂയ. യോശുവയുടെ മുമ്പിൽ എഴുന്നേറ്റ് വന്ന കോട്ട വലിയ കോട്ടയാണ്. വേദപുസ്തകത്തിൽ അതിനെ പറ്റി പറയുന്ന സമയം
ആയിരിക്കട്ടെ. സ്വന്തം ഹല്ലേലൂയ. യോശുവയുടെ കാലത്ത് എന്തുണ്ടായിരുന്നു? കോട്ടയുണ്ടായിരുന്നു, എരിഹോ കോട്ടയുണ്ടായിരുന്നു. സ്വന്തം ദൈവം അതിന് പ്രമാണം വെച്ചു അല്ലേ? അമ്മേ സ്വന്തം 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം, അന്നേരം എന്ത് ചെയ്യും? കോട്ട വീഴും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അധികാരം ചിലതിനെ നശിപ്പിക്കാനുള്ളതാണ്. സ്വന്തം എസ്രയുടെ നെഹെമ്യാവിന്റെ കാലത്ത് നമുക്കറിയാമല്ലോ, എസ്ര ആലയം പണിയാൻ ദൈവം, അല്ലെങ്കിൽ അവൻ സ്വന്തം ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാൻ ദൈവം എസ്രയെ നിയോഗിച്ചു അല്ലെ? ഹല്ലേലൂയ. നെഹെമ്യാവിനെ എന്തിനാ നിയോഗിച്ചത്? മതിൽ ബന്ധികളുടെ അനുഭവത്തിൽ മതിൽ പണിയാനാ ദൈവമാക്കിയിരിക്കുന്നത് അല്ലെ? സ്വന്തം അവൻ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ തകർക്കാൻ കഴിയണം, ചില കോട്ടകളെ പണിയാൻ കഴിയണം. ഉപവാസത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്നറിയാമോ? ചില കോട്ടകളെ തകർക്കാനും മറ്റു ചിലതിനെ പണിയാനും ഉള്ള അഭിഷേകം എന്റെ ജനത്തിന്റെ കൈമാറുമെന്ന് വിളിച്ചു പറയുന്നു. ആർക്കാ പണിയാനുള്ള അഭിഷേകം വേണ്ടത്? ആർക്കാ പൊളിക്കാനുള്ള അഭിഷേകം വേണ്ടത്? ഇതുവരെ ദൈവം പറയുന്നു, നിന്റെ കൈ കൊണ്ടത് പണിയും, നിന്റെ കൈ കൊണ്ട് ചെറുതിനെ പണിക്കും. ശത്രു ദേശത്ത് ഉയർച്ച കെട്ടിയതിനെ കെട്ടുകളെ ഉയരത്തിലെന്ന് നന്മ പ്രാപിക്കത്തിലെന്ന് ഈ പണിയത്തിലെന്ന് ശത്രു വിധി എഴുതിയതിൽ പറയുന്നു. നിന്റെ കൈ കൊണ്ട് കണ്ടെത്താൻ പോകുക, നിന്റെ വാക്കു കൊണ്ട് ചെന്ന് പൊളിയാൻ പോകുക. നിന്റെ അഭിഷേകത്തിന്റെ മുമ്പിൽ ചില കോട്ടകൾ തീർക്കാൻ കഴിയുന്നില്ല. നിന്റെ അഭിഷേകത്തിന്റെ മുമ്പിൽ ശത്രുക്കളങ്ങൾ തീർക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശത്രു കോട്ട കെട്ടി പൊങ്ങിയാലും അത് സമഭൂമിയായി തീരും, അത് സമഭൂമിയായി തീരും. ഇന്ന് രാവിലെ നിയോഗമുള്ള ദൈവമേ, അത് സമഭൂമിയായി തീരും. ആർക്കാ വിശ്വസിക്കാൻ കഴിയുന്നത്? ആർക്കാ വിശ്വസിക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഇന്ന് ആരാ മുറുക്കണം? അവൻ ഹല്ലേലൂയ. പത്രോസിനോട് പറയുക, ദൂത പറയുകയാണ്, എന്റെ പുറകെ വരണം അല്ലെ? സ്വന്തം ആരാ മുറുക്കണം? ചെരുപ്പിട്ട് നിന്റെ പുറകെ വരണം. അതിന്റെ അർത്ഥം എന്താണ്? മുമ്പിൽ നിനക്ക് യാത്രയുണ്ട്. 1, 2, 3 കാവൽ കടക്കണമെങ്കിൽ നിന്റെ അര മുറുക്കണം. സ്വന്തം ഹല്ലേലൂയ. അതായത് പട്ടണത്തിലേക്കുള്ള പോകൽ പെരുവഴി നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യണമെങ്കിൽ നീ അര കെട്ടി മുറുക്കണം. ഹല്ലേലൂയ. പിന്നെ പറയുന്നു, നിന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം. ഹല്ലേലൂയ. അവൻ നമുക്കറിയാം, ബിലെയാമിന്റെ ജീവിതത്തിൽ ബിലെയാം പറഞ്ഞു, ബിലെയാമിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ബിലെയാം ബാലാക്ക് പറഞ്ഞു, മിസ്രയീമിൽ നിന്ന് കുറച്ച് ശത്രുക്കൾ വന്നിരിക്കുന്നു, എന്തിനാ? എന്റെ ദേശത്തെ നശിപ്പിക്കാൻ. ദൈവത്തോട് ബിലെയാം അനുവാദം ചോദിച്ചു. ഞാൻ ബാലാക്കിലൂടെ പോട്ടെ? ബാലാക്ക് എന്നെ വിളിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ബിലെയാമിന് അറിയാം, ദൈവം പറയാത്ത വഴി എനിക്ക് ദോഷമാണ്. ദൈവം തീരുമാനിക്കാത്ത തീരുമാനങ്ങൾ അമ്മ പരാജയങ്ങളാണ്. എന്നാൽ ദൈവത്തോട് ബിലെയാം ആലോചന ചോദിച്ചു. അതായത് ബാലാക്കിന്റെ ഒരു കൂട്ടം തന്റെ വീട്ടിൽ സ്റ്റേ ആണ്. ഞാൻ പിറ്റേ ദിവസം ബിലെയാമിനെ കൊണ്ട് തന്റെ സ്വന്തം ദേശത്ത് പോയി അവരെ ശപിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം ഹല്ലേലൂയ ബിലെയാമിനോട് ദൈവം പറഞ്ഞു, നീ പോകരുത്, നീ പോകരുത്. രണ്ടാമത്തെ ദിവസം വീണ്ടും ആ ജനം ഇരട്ടിയായി കടന്നു വരികയാണ്. ബാലാക്കിന്റെ ആൾക്കാർ പറയുകയാണ്, ബിലെയാമിനെ വിറ്റാൻ പറ്റത്തുള്ളൂ, വിറ്റാൻ പറ്റത്തുള്ളൂ. ബിലെയാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം ദൈവം സ്റ്റോപ്പ് ചെയ്തതിനെ വീണ്ടും ചോദിച്ചപ്പോൾ ബിലെയാം പറയുകയാണ്, ദൈവമേ എന്നെ അനുവദിക്കണം. പാവം ദൈവം അനുവദിച്ചു. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി യാത്ര തുടരുമ്പോൾ പോയ വഴിയിൽ കഴുത നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, സ്വന്തം വയലിൽ കൂടെ കഴുത ഓടിപ്പോകാൻ നോക്കുകയാണ് അല്ലേ? സ്വന്തം എന്നിട്ട് ബിലെയാം എന്ത് ചെയ്യുന്നു? കഴുതയ്ക്ക് വഴിതെറ്റിപ്പോയെന്ന് തോന്നുന്നു അല്ലെ? ശ്രദ്ധിച്ചു എങ്ങനെ പിടികിട്ടിയേ? എന്നാൽ കഴുതയുടെ കണ്ണിൽ സംഹാരദൂതനെ കാണുകയാണ്, മുമ്പിൽ അപകടക്കെണിയെ കാണുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഉപവാസം കഴിയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില വഴികളെ അടയ്ക്കണം. ഉപവാസം കഴിയുമ്പോൾ ഉപവാസത്തോട് നല്ല വിഷയം നിന്റെ ജീവിതമാണ് ദൈവം നോക്കുന്നത്. അവൻ ഹല്ലേലൂയ ചിലതിനെ മാറ്റാൻ ദൈവം പറയാത്ത ചില വഴികൾക്കുള്ള യാത്രകളെ വിച്ഛേദിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. പോയ വഴിയിൽ നമുക്കറിയാം ദൈവത്തിന്റെ ആലോചന കഴുത സംസാരിക്കുകയാണ്. അന്നേരം ബിലെയാമിന് പിടികിട്ടി, ഇത് അബദ്ധ യാത്രയാണ്,
ഇത് അബദ്ധയാത്രയാണ്. ആമേൻ. കാരണം ദൈവം പറയുകയാണ് അവിടെ വെച്ച്, ഞാൻ ശപിക്കാത്തവനെ നീ ശപിക്കാൻ എന്തിനാ പോകുന്നത്? ഇന്ന് രാവിലെ പറഞ്ഞേ, നിങ്ങളെല്ലാവരും മനസ്സിൽ പറഞ്ഞേ, ദൈവം പറയാത്തവനെ ശപിക്കാൻ പറ്റത്തില്ല. ആമോ? ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉപവാസത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില വാക്കുകൾ നമുക്ക് ശാപങ്ങളായി തീരാതിരിക്കട്ടെ. ചില വാക്കുകൾ നമുക്ക് കെണിയാകാതിരിക്കട്ടെ. ദൈവം പറയാത്ത ചില യാത്രകൾ നമുക്ക് വിപത്തായി തീരാതിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സംഹാരകൻ നിനക്കെതിരായി കടന്നു വരുന്നു. കോട്ട അവയെ സൂക്ഷിക്കുക, വഴി കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു കൊള്ളുക, നിന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. സ്വന്തം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്ത വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വന്തം പിതാവേ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. 4-ാം മാസത്തിന്റെ 11-ാം ദിവസം കർത്താവേ, ഉപവാസ പ്രാർത്ഥന കർത്താവേ, സഭയിലുള്ളവരുടെ കർത്താവേ, 33-ാം ദിവസം ഞങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച നന്ദിയോടും സ്തോത്രം. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ കർത്താവേ അല്പസമയം സ്തുതിപ്പാനും പാടുവാനും കർത്താവേ നല്ലൊരു ആരാധന, നല്ലൊരു സങ്കീർത്തനം തന്നു, നല്ലൊരു വചനം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി എത്രയോ ആത്മാക്കൾ കർത്താവേ ഞങ്ങൾ ശ്രേഷ്ഠരായ ഈ ലോകത്തിനും പ്രതിയായി മാറ്റപ്പെടുമ്പോൾ കർത്താവേ അങ്ങയുടെ ചിറയും കീഴിൽ ഞങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവേ, അങ്ങ് ഭക്ഷിപ്പാൻ, ആകാരം ധരിപ്പാൻ, വസ്ത്രം ശ്വസിപ്പാൻ വായി തന്നു. ഞങ്ങളെ ചെറുതും വലുതും ആവശ്യങ്ങളെല്ലാം നിഴൽ പറഞ്ഞ് നടന്നു തരുന്ന കൃപയ്ക്കായി അന്ന് ഓരോ കുടുംബത്തെ ആളാം പ്രതിയായി പേരായി കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. അവരുടെ വിഷയങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, പൈശാചികത്താൽ വലന്ന് കടഭാരത്താൽ വലന്ന് കിടപ്പാടമില്ല, വലന്ന് കുഞ്ഞുങ്ങളില്ല, വലന്ന് വിവാഹപ്രായമായി കർത്താവേ, അവിടെ ആവശ്യങ്ങളെല്ലാം കരങ്ങൾ ഏൽപ്പിച്ചു. ഉപവാസത്തിലായിരിക്കുന്നവരെ കരങ്ങൾ ഏൽപ്പിച്ചു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമുള്ള ദൈവത്തിന്റെ വായു വചനം കൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെ തിരുവചനമാകിയാൽ ആ വചനം കൊണ്ട് കർത്താവെ 33 ദിവസം ജീവിപ്പിച്ച കൃപയ്ക്കായി ഹല്ലേലൂയ. നല്ലൊരു സങ്കീർത്തനം. ഹല്ലേലൂയ. അവരുടെ വിഗ്രഹങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പൊന്നിയും വെള്ളിയും കൊണ്ടാണ്. ഹല്ലേലൂയ. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, അവയ്ക്ക് തൊണ്ടയുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അവയുണ്ടാക്കി അവയെ പോലെയാകും. കർത്താവേ, അവയെ പോലെ ആകാതെ കർത്താവേ അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ കർത്താവേ ഞാൻ കൃപ തരണമേ. സംഹാരം കരുതൽ, കോട്ടകാത്തുകൾ അരമുറുക്കാൻ വഴി സൂക്ഷിച്ചു നോക്കാൻ നിങ്ങൾ വചനങ്ങൾ കേട്ടല്ലോ കർത്താവേ. വഴി സൂക്ഷിച്ചു നോക്കിയാണ് നടക്കുവാൻ, അങ്ങനെ വചനപ്രകാരം നടക്കുവാൻ കർത്താവേ സഹായിക്കണേ, ശക്തീകരിക്കണമേ. കുടുംബത്തെ കരങ്ങളിൽ കുഞ്ഞുങ്ങളെ കരങ്ങൾ, വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നോർമൽ എഴുതി കൊടുത്തത് ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ ബലപ്പെടുത്തണ ശക്തീകരിക്കണമേ കർത്താവേ. ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവേ കുഞ്ഞുങ്ങളെ കാക്കണേ. ബാലാശങ്ങളെല്ലാം വിടി ശക്തിയിലും ബലത്തിലും കഴിയുവാൻ കർത്താവേ. ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്തണ ശക്തി. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ എല്ലാം കാത്തു പരിപാലിക്കണ കർത്താവ്. തനർത്ഥങ്ങളൊന്നും പെടാതെ കർത്താവെ അവരെ കർത്താവെ ഹല്ലേലൂയ അവധിക്കാലം സൂക്ഷിക്കുവാൻ കർത്താവെ കൃപ കൊടുക്കണമേ. തുടക്കത്തിലെ കർത്താവെ കുഞ്ഞുങ്ങളെ ആറ്റിലും മറ്റു വിഷയങ്ങളിൽ കർത്താവെ അകപ്പെടുന്നല്ലോ. അതിനൊന്നും അകപ്പെടാതെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ. നല്ല റിസൾട്ട് കൊടുത്ത് കർത്താവെ അവരെ അടുത്ത ക്ലാസ്സിലേക്ക് വരുത്തുവാൻ ഹല്ലേലൂയ. ഇനി കർത്താവെ അടുത്ത ആഴ്ചയിൽ കർത്താവെ കർത്താവെ ഹല്ലേലൂയ സ്നാനം എല്ലാം കർത്താവെ ഉദയം ചന്തമായി നടക്കുവാൻ കൃപ കൊടുക്കണമേ കർത്താവ്. ഇനിയുള്ളവരെയും കർത്താവ് എത്രയും വേഗം സ്നാനപ്പെടുവാൻ കർത്താവ് അവർക്ക് മനസ്സും ബുദ്ധി കൊടുക്കുന്നതിനായി ആശ്രയിച്ച് അങ്ങോട്ടുകൂടെ ജീവിക്കാൻ അവർക്കും കൃപ കൊടുക്കണമേ.
ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകാത്തൊരു നാൾ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അവസരായനായ യേശുവിന്റെ നാമം താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടതാണ്. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അവൻ തൊട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം, മാനിച്ചതിനായി സ്തോത്രം, എല്ലാ കാര്യം ഭംഗിയായി നടത്തിനായി സ്തോത്രം. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും മുത്തസന്ന സമാധാനവും പരിശുദ്ധാത്മാവിൽ നിന്നും നിന്റെ മക്കളോടും നിന്റെ മക്കളുടെ എല്ലാ വിഷയത്തോടും കൂടെ ഞങ്ങളുടെ പ്രേസൻസ് ഇന്ന് നിങ്ങളുടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ചേർന്ന കർത്താവിന് സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.